ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവരാജ പൗരന്മാർ, 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 ദൈവരാജ പൗരന്മാർ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി ഇരുളേ നീ ഓടി മറയുക, വെളിച്ചം ഉദിച്ചിടുന്നു. ഇരുളേ നീ ഓടി മറയുക, വെളിച്ചം ഉദിച്ചിടുന്നു. വെളിച്ചത്തിൻ പുത്രന്മാർ തേജസ്സിൽ വെളിപ്പെടുന്നു. വെളിച്ചത്തിൻ പുത്രന്മാർ തേജസ്സിൽ വെളിപ്പെടുന്നു. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ, ദൈവരാജ ഓ ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ, ദൈവരാജ പൗരന്മാർ. ദേശം പിടിച്ചെടുക്കാൻ സ്ഥാപിക്കുവാൻ, ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഈ ഏക ലക്ഷ്യവുമാ ഈ ഏക ലക്ഷ്യവുമാ. എല്ലാം എഴുന്നേറ്റ് നിൽക്കാമോ? ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഈ ഏക ലക്ഷ്യവുമാ. സൈന്യമിതാ എഴുന്നേൽക്കുന്നേ, ഈ ഏക ലക്ഷ്യവുമാ. സൈന്യമിതാ എഴുന്നേൽക്കുന്നേ, ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ദേശം പിടിച്ചെടുക്കാൻ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഈ ഏക ലക്ഷ്യവുമാ. സൈന്യമിതാ എഴുന്നേൽക്കുന്നേ, ഈ ഏക ലക്ഷ്യവുമാ. സൈന്യമിതാ എഴുന്നേൽക്കുന്നേ, എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ. ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ വിശ്വാസത്തോടെ, ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ 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 പൗരൻ, ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ, എഴുന്നേൽക്കട്ടെ.
സൈന്യമായി എഴുന്നേൽക്കട്ടെ. രോഗം പിടിക്കില്ല, മരണം പിടിക്കുകയില്ല. രോഗം തൊടുകയില്ല, മരണം പിടിക്കുകയില്ല. പ്രത്യേക ജനത ഇത്, പ്രത്യേക ജനത ഇത്, രാജകീയ വർഗമിത്, പ്രത്യേക ജനത ഇത്, രാജകീയ വർഗമിത്. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 എഴുന്നേൽക്കട്ടെ. ദേശം പിടിച്ചെടുക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ദേശം പിടിച്ചെടുക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ഈ ഏക ലക്ഷ്യവുമാ സൈന്യമിതാ എഴുന്നേൽക്കുന്നേ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദേശം പിടിച്ചെടുക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ദേശം പിടിച്ചെടുക്കാൻ, ദൈവരാജ്യം സ്ഥാപിക്കുവാൻ, ഈ ഏക ലക്ഷ്യവുമാ സൈന്യമിതാ എഴുന്നേൽക്കുന്നേ. എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ, 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 സൈന്യമായി എഴുന്നേൽക്കട്ടെ. ദൂതർ സദാ ചുറ്റും നിൽക്കുന്നു, ജീവികൾ പുതിയ പാട്ട് പാടുന്നു. സദാ ചുറ്റും നിൽക്കുന്നു, ജീവികൾ പുതിയ പാട്ട് പാടുന്നു. സ്വർഗീയ സന്തോഷമിത്, ഏതെന്റെ അനുഭവം ഇത്, സ്വർഗീയ സന്തോഷമിത്, ഏതെന്റെ അനുഭവം ഇത്. ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ, ദൈവരാജ്യ പൗരന്മാർ, ഞങ്ങൾ ദൈവരാജ്യ പൗരന്മാർ. ഓ രാമസീരാ ജയ രാമലാസേ, ഓ രമനാദിയ രമനാദിയ രദലഹ, ഏ രാമസാഖായേ, യേസയ്യാ, ഹല്ലേലൂയ. ഓ രാമസാഖായ രാമസേ, ലാനിമാ പ്രൊലുഷതേ, രെ ബാലാദേ രാമസതേ. ഓ രാമശതേ, റിബാലാദേ, റിബാലാദാരാദേ. യേശുവാ, 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 യേശുവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശബ്ദമുയർത്തി ഞാൻ വിശ്വസിക്കുന്നു, ഈ ദേശത്ത് ദൈവരാജ്യം വരും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ആമീൻ പറ. ഈ വീട്ടിൽ ദൈവരാജ്യം വരും. ആമീൻ പറയാമെങ്കിൽ
ഈ പട്ടണത്തിൽ ദൈവരാജ്യം കവർ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് സുമിയുടെ ലൈഫ് മാറാൻ പോവാ. നല്ലൊരു ആമീൻ പറഞ്ഞു. ഇന്ന് സുമിയുടെ ലൈഫിനെ അടുത്ത നിലവാരത്തിലേക്ക് ദൈവം കയറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ആ ദൈവശക്തി സ്വീകരിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ പ്രവചിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ജീവിതം മാറാൻ പോവുകയാണ്. ഹല്ലേലൂയ. ടോട്ടൽ ഷിഫ്റ്റിംഗ് ഈ ദിവസങ്ങളിൽ നടക്കാൻ പോവുകയാണ്. അത് ഈ ലോകം കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഞാനത് റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് ഇരിക്കുമ്പോൾ തന്നെ അത് മാറുകയാണ്. നമ്മളാരും കൈവെക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് ഈ വ്യക്തികളുടെ ജീവിതം പുതിയതിലേക്ക് കടക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു. ഞാനത് മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്റ്റെഫിയുടെ ജീവിതം പുതിയതാകാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ഒരാമീൻ പറഞ്ഞു. ഈ അന്തരീക്ഷത്തിന്റെ അകത്ത് പെട്ടുപോയ ഒരാളാണ് സ്റ്റെഫി. ആമേൻ. അതുകൊണ്ട് ഒരു മാറ്റം നിശ്ചയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആന്റിയുടെ ജീവിതം മാറും. ഹല്ലേലൂയ. ദൈവരാജ്യം വന്നാൽ ആന്റിയുടെ ജീവിതം മാറും. ഇവിടെ ദൈവരാജ്യം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ ആന്റി ഇന്ന് പുതിയതാ. ഇന്ന് തൊട്ട് ആന്റി പുതിയതാ. ഹല്ലേലൂയ. ഇന്ന് തൊട്ടൊരു പുതിയ തലം നിങ്ങളുടെ സുമിയുടെ മേൽ, ആന്റിയുടെ മേൽ, സ്റ്റെഫിയുടെ മേൽ ആക്ടിവേഷൻ ചെയ്യാൻ ദൈവരാജ്യം വന്നിരിക്കുക. വിശ്വസിക്കാമെങ്കിൽ ആമീൻ പറഞ്ഞു. പഴയ പുതപ്പ് എടുത്തുകൊണ്ട് നടക്ക എന്ന് മുടന്തനോട് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. ഇനി ആ പഴയ കിടക്കയിൽ കിടക്കണ്ട. ഇനി ആ പഴയ സാഹചര്യത്തിൽ തുടരണ്ട ആവശ്യകതയില്ല. എന്റെ വിശ്വസിക്കാമോ? പഴയ അവസ്ഥയിൽ തുടരേണ്ട ആവശ്യമില്ല. അത് ഏറ്റെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ആമീൻ എന്ന് പറഞ്ഞ് ഏറ്റെടുക്കാമോ? ആമീൻ പറ. ആമീൻ പറ. ഹല്ലേലൂയ. ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഈ ആന്റി ഒരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പഴയ അവസ്ഥയിൽ നിങ്ങൾ ഇനി തുടരേണ്ട കാര്യമില്ല. കാരണം ദൈവരാജ്യം വന്നു കഴിഞ്ഞു. സകലർക്കും ഉണ്ടാകാനുള്ള ഒരു മഹാസന്തോഷം. ഹല്ലേലൂയ. എന്താ ദൈവരാജ്യം? സകലർക്കും ഉണ്ടാകുവാനുള്ള ഒരു മഹാ സന്തോഷം. ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 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 എല്ലാ മനുഷ്യർക്കും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്താണ്? ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. യേശുവിന്റെ ജനനത്തിങ്കൽ സകല മനുഷ്യർക്കും എന്തോ ഉണ്ടാകണം? സന്തോഷം ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തെ തിരിക്കുന്ന ഒരു സന്തോഷം ഈ വീട്ടിൽ വെളിപ്പെടുത്തോണ്ടിരിക്കുക. ഇനി ഞാൻ ഒരു കാര്യം പറയാം. ഈ വീട്ടിൽ നിന്ന് ദൈവരാജ്യം വെളിയിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഈ വീടിന്റെ അടുത്തുള്ള വീടുകൾ, അതിന്റെ അകത്ത് വലിയ മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വീടിന്റെ അടുത്തുള്ള വീടുകളിലേക്ക് ദൈവരാജ്യം പറന്നു ചെല്ലുകയാണ്. അജിതന്റെ അത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവരാജ്യം എന്താ പറയുന്നത്? ഈസ്റ്റ് പോലെ. ഈസ്റ്റിന്റെ മലയാളം എന്തോ? ഈസ്റ്റിന്റെ മലയാളം പുളിച്ച മാവ്. ഹല്ലേലൂയ. ഈസ്റ്റ് അല്ല മലയാളം, പുളിച്ച മാവ്. ആമേൻ. ഈ മത്തായി 13 എഴുതിയിരിക്കുക, ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. ഹല്ലേലൂയ. പുളിച്ച മാവ് എവിടെങ്കിലും വെച്ചാൽ അടുത്ത ഉള്ളതിനെയും കൂടെ പുളിപ്പിക്കും. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഈ വീടിന്റെ അകത്ത് ദൈവരാജ്യം വന്നാൽ ഇതിന്റെ അടുത്തുള്ള വീടുകൾ പുളിക്കുമെന്ന് പറഞ്ഞാൽ ആമേൻ. അത് പുളിച്ച മാവുമ്പോ പുളിക്കും. ദൈവരാജ്യം വന്നാൽ അടുത്തതും ദൈവരാജ്യമാകും, സന്തോഷമാകും, വിടുതലാകും. ആമേൻ. പൂർണ്ണമായി സ്വർഗം അവിടേക്ക് പടരും.
ഞാൻ പ്രവചിച്ചോട്ടെ, ഈ വീട്ടിൽ നിന്ന് സ്വർഗത്തിന്റെ അനുഭവം, ഒരു പുളിച്ച മാവ് മറ്റുള്ള അടുത്തുള്ള മാവിനെ പുളിപ്പിക്കുന്നത് പോലെ ഇവിടുത്തെ ദൈവരാജ്യ അനുഭവം മറ്റുള്ളവരെ കൂടെ അനുഭവത്തിലേക്ക് കയറ്റാൻ തുടങ്ങുന്ന ദിവസങ്ങളാക്കി ദൈവം ഇത് മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ആമീൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. ആമീൻ എന്ന് പറഞ്ഞ്, ആമീൻ എന്ന് പറ, ഉറക്കെ ആമീൻ പറഞ്ഞോ. ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ചർച്ചല്ല, ഒരു സഭായോഗമല്ല. ഇന്നിവിടെ വന്നിരിക്കുന്നത് ദൈവരാജ്യമാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ നടക്കാൻ പോകുകയാണ്. ഓറ ഷഹീദ ലെ എറീമ കറ്റോസ് മേ എസൂറ ബിയാൽതസ. നല്ലൊരു ആമീൻ പറഞ്ഞേ, ഹല്ലേലൂയ പറഞ്ഞേ, സന്തോഷമുള്ള ഒരു ആമീൻ പറഞ്ഞേ. ദൈവരാജ്യത്തിന്റെ സന്തോഷം ഇന്ന് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ഒന്ന് ഇരുന്നാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ബാലരാമപുരം എന്ന ദേശത്തിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഇതൊരു മഹാഭാഗ്യമായി കണക്കാക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഇവിടെ കടന്നു വന്നത് എന്തോ ഒരു മഹാഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അവിടെ ദൂതനെ കാണുകയാണ്. ഹല്ലേലൂയ. ദൂതന്മാർ ഇങ്ങനെ ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്നത് ഞാൻ കാണുന്നു, അവിടെ നിൽക്കുന്നത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. അവിടെ ദൈവരാജ്യത്തിന്റെ ക്രീച്ചറുകൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഓറ ഷഹീദ. പല വീടുകളിലേക്കാണോ എന്തോ എനിക്ക് അറിയത്തില്ല, ഇതിന്റെ അടുത്തുള്ള ദേശങ്ങളിലേക്കാണോ അതും എനിക്ക് അറിയത്തില്ല. പക്ഷെങ്കിൽ എന്തോ അവിടേക്ക് ആ ദൂതന്മാരുടെ ആ സൈന്യം നിരനിരയായി എലീശയുടെ ചുറ്റും നിന്നതുപോലെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ ആത്മാവിൽ അറിഞ്ഞു കാണുകയാണ്. ആമേൻ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ദേശം, ഈ പട്ടണം, നിങ്ങളുടെ ജീവിതം ഞാൻ പ്രവചിക്കാൻ പോവാണ്. ആമീൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. 3, 2, 1 പുതിയതാകാൻ പോകും. പുതിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പണ്ടുള്ളതിനെ മറക്കണമെന്ന് യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞ എന്തിനാ? അതും നിങ്ങളുടെ പുതിയ ജീവിതവുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. അതുപോലെ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തെ പുതിയതാക്കാൻ പോകുകയാണ്. സേ ആമേൻ, സേ ആമേൻ. നിങ്ങളുടെ ജീവിതം പുതുതാകാൻ പോകുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ പ്രതിസന്ധിയുടെ എണ്ണമല്ല നോക്കേണ്ടത്. എലീശയുടെ ചുറ്റും സൈന്യമുണ്ട്, തനിക്കെതിരെ ഒരു സൈന്യം വന്നു. പക്ഷെ താൻ ശത്രു സൈന്യത്തെ അല്ല നോക്കിയത്, തന്റെ ചുറ്റുമുള്ള ആത്മമണ്ഡലമാണ് നോക്കിയത്. എപ്പോഴാണ് നിങ്ങൾക്ക് വിടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? എപ്പോഴാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ പ്രതിസന്ധി നോക്കിയാൽ നിങ്ങൾ ഭാരപ്പെട്ടും നിരാശപ്പെട്ടും ഉള്ളം കലങ്ങിയും പോകാൻ സാധ്യതകൾ ഏറെയാണ്. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഇന്ന് ആത്മമണ്ഡലം നോക്കിയാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ദൂതഗണങ്ങളെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് പിന്നെ ഭയമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു സൈന്യം എന്റെ നേരെ വന്നാലും ഞാൻ നിർഭയമായിട്ടിരിക്കും. ഹല്ലേലൂയ. എന്തോ 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 ഒരു സൈന്യം എന്റെ നേരെ വന്നാലും ഞാൻ നിർഭയമായിട്ടിരിക്കും. അതെന്താ കാര്യം? അതിന്റെ കാര്യം തനിക്കൊരു ആത്മമണ്ഡലത്തെ പരിചയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. ദാവീദിന്റെ വാക്യമല്ല, 2 രാജാക്കന്മാർ നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 രാജ 5 എനിക്ക് വേണ്ടി വായിച്ചു തരണം മലയാളത്തില്. 2 രാജ അതിന്റെ 6-ാം അധ്യായം 6-ന്റെ 12 തൊട്ട് ഉറക്കെ വായിക്കണേ. ഓക്കേ, വായിക്ക. അപ്പൊ അവൻ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായിട്ട് അവിടെ അയച്ചു. രാത്രി അവർ
ശത്രു സൈന്യം പട്ടണം വളഞ്ഞു. ദൈവത്തിന്റെ ദാസന്റെ ശിഷ്യൻ നോക്കിയപ്പോൾ പട്ടണം വളഞ്ഞു നിൽക്കുന്നത് ശത്രുവിന്റെ സൈന്യത്തെ കണ്ടു. അയ്യോ യജമാനെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നേ? മതി. എലീശ പറയുന്നു, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരെക്കാളും വലിയത്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ആത്മമണ്ഡലത്തിലേക്ക് നോക്കണം. നമ്മുടെ ശ്രദ്ധ ആത്മമണ്ഡലത്തിലേക്ക് ഒരു നിമിഷം തിരിച്ചാൽ നമ്മുടെ ഭയം അകന്നു പോകും. അല്ലാത്ത പക്ഷം നമ്മുടെ അകത്തൊരു ഭയം പിടികൂടാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഹല്ലേലൂയ. ഞാൻ എത്ര ദൈവത്തെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ആത്മമണ്ഡലത്തെ ഇന്ന് രാത്രി കാണാൻ തുടങ്ങിയാലേ, അല്ലെങ്കിൽ അതിനെ ഒരു സെൻസിംഗ് എങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഭയം മാറി നിൽക്കത്തുള്ളൂ. അപ്പോസ്തലൻ ജാക്സന്റെ ഭയം എങ്ങനെയാണ് മാറിയത് എന്ന് ചോദിച്ചാൽ, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴല്ല ഭയം മാറിയത്, ആത്മമണ്ഡലങ്ങളുടെ സെൻസിങ്ങുകൾ തുറന്നപ്പോഴാണ് ഭയം മാറിയത്. ഞാൻ ദൈവത്തെ അറിയുന്നു, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, നല്ല കാര്യം, എല്ലാം നല്ല കാര്യമാണ്. പക്ഷെങ്കിൽ ദൈവരാജ്യവും നമുക്ക് ചുറ്റും നിൽക്കുന്ന അദൃശ്യ മേഖലയെ എനിക്ക് തിരിച്ചറിയാൻ ഒരു സെൻസിങ്ങുകൾ ഓണായി തുടങ്ങിയപ്പോൾ മുതൽ എന്റെ ഭയം മാറി. ഹല്ലേലൂയ. അതിനർത്ഥം പ്രതിസന്ധി കുറഞ്ഞെന്നല്ല. ഇവിടെ നമ്മൾ കാണുന്നു, എലീശയ്ക്ക് പ്രതിസന്ധി കുറവല്ല, വലിയ ശത്രുവിന്റെ സൈന്യം തനിക്കെതിരെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഭയപ്പെടാതെ നിൽക്കുമ്പോൾ, ആത്മമണ്ഡലത്തെ സെൻസ് ചെയ്ത് നിൽക്കുമ്പോൾ, ആത്മമണ്ഡലം കുതിച്ചു മുന്നോട്ട് പോവുകയാണ്. ഹല്ലേലൂയ. ആത്മമണ്ഡലം അതിനൊരു പരിഹാരം വരുത്തുകയാണ്. താഴോട്ടൊന്ന് വായിക്കാമോ? നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളതിനേക്കാൾ അധികമാകുന്നു. എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണണം, എന്റെ ശിഷ്യൻ കാണാനായിട്ട് അവന്റെ കണ്ണ് തുറക്കണമേ. കണ്ണു തുറന്നു. അപ്പൊ എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകൾ. മറ്റവരുടെ ചുറ്റും കുതിരകളുമാണ്, പക്ഷെ എലീശയുടെ ചുറ്റും കുതിരകളല്ല, അഗ്നിമയമായ ഡിവൈൻ സൂപ്പർ നാച്ചുറൽ സ്പിരിച്വൽ കുതിരകളുണ്ട്. നല്ലൊരാമീൻ പറഞ്ഞേ, നല്ലൊരാമീൻ പറഞ്ഞേ. ഇന്ന് നിങ്ങൾ ദൈവരാജ്യ പൗരനാണെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഇതുണ്ട്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ എലീശയുടെ ശിഷ്യന്റെ കൂട്ട് നമ്മുടെ കണ്ണ് അടച്ചു വെക്കുന്ന ഒരു ഇരുട്ടിന്റെ ശക്തിയാണ് നമ്മളെ ഭയത്തിലാക്കുന്നത്. ഹല്ലേലൂയ. എലീശയുടെ ചുറ്റുമുള്ള ഈ പ്രൊട്ടക്ഷൻ എലീശയുടെ ശിഷ്യനും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അല്ലേ? ഇപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന അമ്മയെ ഞാൻ കൈവിടുവോ? ഒരു ശത്രു വന്ന് എന്റെ ചുറ്റും ഇത്ര സൈന്യം ഉണ്ടെങ്കിൽ അത് ഇവനും കൂടെ വേണ്ടി ഉള്ളതാ. പക്ഷെ അവന്റെ കണ്ണ് തുറക്കാത്തത് കൊണ്ട് അവൻ അത് തിരിച്ചറിയാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ സ്നേഹവും പ്രൊട്ടക്ഷനും കരുതലും വിടുതലുകളും എല്ലാം ആത്മമണ്ഡലത്തിൽ കിടക്കുമ്പോൾ അത് കാണാൻ നമുക്ക് കപ്പാസിറ്റി ഇല്ല. ആമേൻ. ഈ കാണാൻ കപ്പാസിറ്റി ഇല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ദൈവത്തെ അങ്ങ് അവിശ്വസിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആത്മാവിന്റെ തീയിൽ നിന്നാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു ആത്മീക സെൻസിങ് ഉണ്ടായിരിക്കും. ആ ആത്മീക സെൻസിങ്ങിലൂടെ നിങ്ങൾക്ക് ആത്മമണ്ഡലം സെൻസ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നന്ദി പറയാനേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, പിതാവ് ഇന്ന കാര്യങ്ങൾ എനിക്കായി ആത്മമണ്ഡലത്തിൽ ഒരുക്കിയിട്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഞാനൊരു ആത്മാവാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ സെൻസ് ചെയ്യുന്നുണ്ട്, ആത്മമണ്ഡലത്തിൽ എല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു എന്ന സെൻസിങ് വരണം. ആ സെൻസിങ്ങിൽ കാലുകൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് ആമേൻ സൂപ്പർ നാച്ചുറൽ സംഭവിക്കുന്നത്. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ.
അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങളുടെ കണ്ണ് തുറക്കണം. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. എലീശയുടെ ശിഷ്യന്റെ കണ്ണ് തുറന്ന പോലെ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കണ്ണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടാകയില്ല, നിരാശ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാകത്തില്ല. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞു. കണ്ണ് തുറന്നാൽ നിരാശ ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല, ഭാരം ഉണ്ടാകത്തില്ല, വേദന ഉണ്ടാകത്തില്ല, നിരാശ ഉണ്ടാകത്തില്ല. നല്ലൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ കണ്ണ് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അല്ലേ, യേശു എന്തോ പറഞ്ഞേ? ഇത് കാണാൻ കൃപ ലഭിച്ചവർ ഭാഗ്യമുള്ളവർ. അല്ലേ, നിങ്ങളുടെ കണ്ണ് ഇത് കാണുന്നത് കൊണ്ട് നിങ്ങൾ ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ആരോ ചിലർ പഠിപ്പിച്ചു, വിശ്വാസം എന്ന് പറഞ്ഞാൽ കാണാത്തതാണ്, കാണാത്തതിന്റെ നിശ്ചയമാണ്. അല്ലേ, ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാതെ പോയ സംഭവം, പുറത്തെ കണ്ണ് കാണാത്തതിന്റെ നിശ്ചയം എന്നാണ് അതിന്റെ അർത്ഥം. അകത്തെ കണ്ണ് കാണരുതെന്ന് യേശു പറഞ്ഞില്ല. ഹല്ലേലൂയ. നമ്മള് വിശ്വാസം പഠിപ്പിക്കുന്നത് എന്തോ, അത് ഒന്നും അറിയത്തില്ല, ബ്ലൈൻഡ് ഫെയ്ത്ത്. നമുക്ക് ഒരു ചുക്കും അറിയത്തില്ല. ദൈവമുണ്ടോ, ദേവനുണ്ടോ, ദൂതനുണ്ടോ, ദൂതഗണമുണ്ടോ, ഒന്നും അറിയത്തില്ല. ഇതിൽ എഴുതിയിട്ടുണ്ട്, ചുമ്മാ വിശ്വസിച്ചോ. ഇതാണ് നമ്മളെ പഠിപ്പിച്ച വിശ്വാസം. പക്ഷെ ഞാൻ ബൈബിൾ വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി, കാഴ്ചയാണ് വിശ്വാസം. ഒറ്റ തിരിവേ ഉള്ളൂ, ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. പുറത്തെ കാഴ്ചയല്ല, അകത്തെ കാഴ്ച. അതാരും നമുക്ക് പറഞ്ഞു തന്നില്ല. അകത്തെ കാഴ്ചയും അകത്തെ കേൾവിയുമാണ് വിശ്വാസം. എല്ലാരും പറഞ്ഞേ, അകത്തെ കാഴ്ചയും അകത്തെ കേൾവിയുമാണ് വിശ്വാസം. അതിന് ബൈബിൾ വിളിക്കുന്ന ഒരു പേരുണ്ട്, ഇൻസൈറ്റ്. ഹല്ലേലൂയ. എന്താണ് ഇൻസൈറ്റ്? ആ സൈറ്റ് തുറക്കണം. നോളജ്, റെവലേഷൻ, വെളിപ്പാടിനാൽ ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ, വെളിപ്പാടെന്ന് പറഞ്ഞാൽ വെളിച്ചം. ഒരു വെളിച്ചം നമ്മുടെ അകത്ത് വരുമ്പോൾ നമുക്ക് ഈ ഭൗമതലത്തിൽ കാണാനില്ലാത്തതും ആത്മതലത്തിൽ ഒരുക്കപ്പെട്ടതുമായ കാര്യങ്ങളെ കാണാൻ പറ്റണം. നല്ലൊരു ആമീൻ പറഞ്ഞേ. കണ്ടാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച അമ്മ ആത്മതലത്തിൽ എടുക്കപ്പെട്ടു, മിനിഞ്ഞാന്നല്ലേ, 2 ദിവസം മുമ്പ്. എന്നിട്ട് അവിടെ ഉള്ള ക്രീച്ചേഴ്സ്, ഈഗിൾസ് ഒരു 10-20 മിനിറ്റ് ആത്മതലത്തിൽ എടുക്കപ്പെട്ടങ്ങ് പോയി. ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനാ വേളയിൽ. അപ്പം ഹല്ലേലൂയ, അവിടെയുള്ള ദൂതഗണങ്ങളിനെ കണ്ടു, ഈഗിൾസിനെ കണ്ടു, മറ്റ് ക്രീച്ചേഴ്സിനെ കണ്ടു, അവിടെ നടക്കുന്ന യുദ്ധങ്ങൾ കണ്ടു. ഹല്ലേലൂയ. എല്ലാം കണ്ട് തിരിച്ചു വന്നപ്പോൾ ഇനി അമ്മയോട് ഒരാൾ ദൂതനില്ല എന്ന് പറഞ്ഞാൽ ആമേൻ, അമ്മ അത് വിശ്വസിക്കത്തില്ല. ആമേൻ. കാരണം എന്താണ്? അമ്മ അത് കണ്ടു. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾ ചിലത് കാണാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മേൽ ആ പോർട്ടൽ തുറക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ആത്മതലത്തിലെല്ലാം ഒരുക്കിയിരിക്കുന്നു. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അപ്പൊ എന്ത് പറ്റും? ടെൻഷൻ ഇല്ല. കാരണം എന്താ? എല്ലാം ആത്മമണ്ഡലത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു. ബ്രദറെ, ഇത് താഴോട്ട് വരണ്ടേ? വരും. എപ്പോഴാ വരുന്നേ? ആത്മാവിൽ ഒരുക്കപ്പെട്ടതിനെ ഞാൻ കാണണം, ഞാൻ അറിയണം. അല്ലേ? അതിനെ ഞാൻ അറിഞ്ഞിട്ട് ഞാൻ ആമീൻ എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ, അതാണ് വിശ്വാസത്തോടെ നിൽക്കുക. ഹല്ലേലൂയ. അകത്ത് വെളിപ്പാടോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു വെളിച്ചം ലഭിക്കാത്തവന് അധികം ദിവസം നിൽക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അകത്തൊരു വെളിച്ചം ലഭിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാവോ? നമുക്ക് നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. ഒരു സൈന്യം എന്റെ നേരെ വരുമ്പോഴും എനിക്കറിയാം ആത്മമണ്ഡലത്തിൽ സംഭവം ക്ലിയർ ആണ്. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ അതിന്റെ സൊല്യൂഷൻ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. ഹല്ലേലൂയ. ഒരു കണ്ണ് കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു, അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. ഈ എല്ലാരും പറഞ്ഞ ഈ കണ്ണാണ് കാണാത്തത്. കാരണം
ഇത് ജഡമനുഷ്യന്റെ കണ്ണുകളാണ്. ഈ കണ്ണ് വെച്ച് കാണാനല്ല നമ്മുടെ വിളി. നമ്മുടെ വിളി അകത്തെ കണ്ണി കാണാനാണ്. ഹല്ലേലൂയ. അപ്പം ഒന്നാമത്തെ ആ വാക്യം ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 2:9-10 വായിക്കാമോ? 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. അപ്പൊ ഇവിടെയാണ് നമ്മുടെ സ്ട്രഗിള്. നമ്മൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നാലും ദൈവം ഒരുക്കിയതിനെ ജഡത്തിന് അറിയാൻ പെർമിഷൻ ഇല്ല. നല്ലൊരു ആമീൻ പറഞ്ഞേ. നമ്മള് യേശുവിലേക്ക് വന്നാലും നമ്മുടെ ജഡത്തിന് എന്തോ കപ്പാസിറ്റി ഇല്ല. ദൈവം ഒരുക്കിയതിനെയോ ദൈവ സ്നേഹത്തെയോ ദൈവത്തെയോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ദൈവം എന്താ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാനോ നമ്മുടെയും ജഡത്തിന് കപ്പാസിറ്റി ഇല്ല. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടാണ് ജഡീക ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ തുടർന്നാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നകന്ന് പോകും. കാരണം നമ്മൾ വിചാരിക്കും ദൈവം നമുക്കായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന തെറ്റിദ്ധാരണ നമ്മുടെ അകത്ത് ശക്തമായി പിടികൂടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ജഡത്തിൽ തുടർന്നാൽ എന്ത് സംഭവിക്കും? ദൈവം നമുക്കായിട്ട് ഒന്നും കരുതിയിട്ടില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ വരും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അമേരിക്ക കണ്ടുപിടിക്കുന്ന 1800-കളിലാണ് അല്ലേ? കൊളംബസ് ആണെന്ന് തോന്നുന്നു അത് കണ്ടുപിടിക്കുന്നത്. ഹല്ലേലൂയ. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അമേരിക്ക അവിടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ. ആരും അറിഞ്ഞില്ല, ആരും പോയില്ല എന്ന് പറഞ്ഞ അത് അവിടെ ഇല്ലെന്നല്ല. അപ്പൊ ഒരാൾ അവിടെ പോയി അത് കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞതേ ഉള്ളൂ. പക്ഷെ അത് അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ണിൽ കാണുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാരും പറഞ്ഞു ഈ കണ്ണിൽ കാണാൻ ശ്രമിക്കരുത്. ഈ കണ്ണിലോട്ട് തൊട്ടിട്ട് പറ, ഈ കണ്ണിൽ ഞാൻ കാണാൻ ശ്രമിച്ചാൽ തോറ്റുപോകും. കാരണം എന്റെ ദൈവത്തിന്റെ കണ്ണ് അകത്തെ കണ്ണാണ്. എന്റെ ദൈവത്തിന്റെ കണ്ണ് നിങ്ങളുടെ ആത്മാവിന്റെ കണ്ണാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശയുടെ ശിഷ്യനോട് പറഞ്ഞു ഇവന്റെ കണ്ണ് തുറക്കട്ടെ. ആ വാക്യം ഒന്ന് വായിച്ചേ. 2 രാജ 6-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. ആൻഡ് എലീശ പ്രേയ്ഡ്. എലീശ പ്രാർത്ഥിച്ചു ഇവനെ കാണത്തക്കവണ്ണം. എന്റെ ഒരു സംശയം, ഇവൻ കണ്ണുകൂട്ടനാണോ? എലീശയും ഏലിയാവും അല്ലെങ്കിൽ യേശു ഒക്കെ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തിട്ടുണ്ട്. അത് ഈ കണ്ണ് തുറക്കുന്നതിന്റെ വിഷയമാണ്. പക്ഷെ എന്റെ ചോദ്യം, ഈ ശിഷ്യന് കുരുട്ട് കണ്ണാണോ? അല്ല. അപ്പൊ ഈ കണ്ണല്ല തുറക്കേണ്ടത്, തുറന്നത് അകത്തെ കണ്ണിന്റെ തുറവിയാണ് 2 രാജ 6-ൽ എഴുതിയിരിക്കുന്നത്. അല്ല രാമീൻ പറ. 2 രാജ 6-ൽ എഴുതിയിരിക്കുന്നത് അകത്തെ കണ്ണിന്റെ തുറവിയാണ്. ഹല്ലേലൂയ. എലീശയുടെ കൂടെ നടക്കുന്നെങ്കിലും പുള്ളിയിൽ ആത്മതലം വളരെ കുറവായതുകൊണ്ട് അകത്തെ കണ്ണ് ഓപ്പൺ അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെ ആത്മകണ്ണുകൾ തുറക്കാൻ പോകുന്നു. എല്ലാവരുടെ ആത്മതലങ്ങൾ തുറക്കാൻ പോകുന്നു. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞാട്ടെ. എന്റെ അകത്തുള്ള ആത്മകണ്ണിനെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അമ്മച്ചിയുടെ ആത്മകണ്ണിനെ ദൈവം തുറക്കാൻ പോകും. നിങ്ങളുടെ ഓരോരുത്തരുടെ ആത്മകണ്ണുകളും ആത്മാവിന്റെ സെൻസിങ്ങുകളും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തുറക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ പറ. സേ ഐ റിസീവ്. ഞാൻ സ്വീകരിക്കുന്നു. റോമാ സെറ്റെ ലിബ്രാറ്റകസിയ മേ എലൂറാഷസിയ മാറിയാക് ലസോറാപ് പതാരി തലീബാക് തുസി മർ ഒസാരി ലഹിയാർബ് മെസൂറാക് മെൽട്രോകോട്ട് പെലിയാന്ദ് ബെക്കുലിറിയാന്റോസ് ലെസൂറാക് ലെറിയാറ്റ് ലഹിയ റെ എമാ ഷോകോട്ടാലിമാസ് ലുസാരി നഹത്ത
ലേ റൂമ സികേറ്റാലി ബാറചസിയ ലു ഒഷാസിയ. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ തുറക്കുന്നത് ഭാവനയിൽ കാണുക. നിങ്ങളുടെ അകത്തെ കണ്ണുകൾ തുറക്കുന്നത് നിങ്ങൾ അറിയുക. നിങ്ങളുടെ അകത്തെ കണ്ണുകളുടെ സെൻസിങ്ങുകൾ ഇപ്പോൾ തുറന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് വിശ്വസിക്കാമോ? നിങ്ങളുടെ കണ്ണുകൾ തുറന്നു എന്ന് വിശ്വസിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൂതന്മാരെ എലീശയെ പോലെ കാണാൻ പറ്റും. കാരണം നിങ്ങൾ എലീശയിലും വലിയവനാണ്. നിങ്ങൾ ആരാണ്? എലീശയിലും വലിയവനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് സാധിക്കും? നിങ്ങൾക്ക് എലീശ ചെയ്തതിലും മുകളിൽ ചെയ്യാം. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിലും മുകളിൽ നിങ്ങൾക്ക് ചെയ്യാം. കാരണം നിങ്ങളുടെ ആത്മതലത്തിന്റെ പ്രത്യേകത അത്രയ്ക്ക് വലുതാണ്. നിങ്ങൾ ഇരട്ടിപ്പങ്ക് പ്രാപിച്ചവരല്ല, നിങ്ങൾ മുഴുവൻ പങ്ക് പ്രാപിച്ചവരാണ്. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പുതിയ നിയമ ഗ്ലോറിയുടെ പ്രത്യേകത, മഹത്വം എന്ന തലത്തിന്റെ പ്രത്യേകത ഭാഗികമല്ല. അതിന്റെ അകത്ത് എന്തോ ഉണ്ട്? പൂർണ്ണതയുണ്ട്. പറഞ്ഞേ, ഞാൻ പൂർണ്ണനാണ്, ഞാൻ പൂർണ്ണനാണ്. ഹല്ലേലൂയ. കൊലോസ്യർ 2:9 വായിച്ചാട്ടെ. കൊലോസ്യർ 2:9 അധ്യായം വായിച്ചാട്ടെ. കൊലോസ്യർ 2:9-10. ലോഹോറി മാക്കാറ്റസ് മേ എസൂറാലിയാന്റസ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണതയും ദേഹരൂപമായി വസിക്കുന്നത്. ഓക്കേ, അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണ്ണ ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും പലയായ അവനിൽ നിങ്ങൾ പരിപൂർണ്ണരായിരിക്കുന്നു. മതി, അവനിൽ നിങ്ങൾ പരിപൂർണ്ണർ ആയിരിക്കും. നല്ല ആയിരിക്കുന്നു. എന്താണ്? അപ്പൊ സുമി എന്ന് പറഞ്ഞേട്ടെ, ഞാൻ അവനിൽ ക്രിസ്തുവിൽ പരിപൂർണ ആയി കഴിഞ്ഞു. ഹല്ലേലൂയ. അസാധാരണമായ ഒരു വെളിപ്പാടാണ്. പരിപൂർണ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ക്രിസ്തുവിലുള്ളതെല്ലാം ഇപ്പൊ എവിടെ ഇരിപ്പുണ്ട്? നിങ്ങളിലും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അവനിൽ പരിപൂർണർ. പിശാച് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്ത് വന്ന് പറയും, നിനക്ക് കുറവുണ്ട്, നിനക്ക് അതുണ്ട്, നിനക്ക് അത് കഴിയത്തില്ല, നിനക്ക് ആ വീഴ്ചയുണ്ട്, ഈ വീഴ്ചയുണ്ട്, നീ മണ്ണാണ്, പൊടിയാണ്, നിന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോ തിരിച്ചു പറയണം, ഞാൻ ശരിയാണ്, എന്റെ ജഡത്തിന്റെ കാര്യമാണ് നീ എന്നോട് പറയുന്നത്, പക്ഷെ ഞാൻ ക്രിസ്തുവിലായി ഇപ്പോൾ ഞാൻ പരിപൂർണനായി എന്ന് വാ കൊണ്ട് പറയുമ്പോൾ പരിപൂർണത വെളിപ്പെട്ടു വരും. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളിൽ ഇന്നു മുതൽ ഒരു കുറവുകളും ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. ദാരിദ്ര്യം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല. ഈ പരിപൂർണത എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാം ഉള്ള ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായി വരും. ഹല്ലേലൂയ. എല്ലാറ്റിലും എല്ലായ്പ്പോഴും എന്തുവാ? സമൃദ്ധിയോടെ നടത്തുന്നവൻ. ഹല്ലേലൂയ. വല്ലപ്പോഴും എല്ലാത്തിലും അല്ല, എല്ലാറ്റിലും എല്ലായ്പ്പോഴും. 2 കൊരിന്ത്യർ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഹല്ലേലൂയ. അല്ലെങ്കിൽ 9-ാം അധ്യായമാണ് ഇത്, ഇപ്പൊ എടുക്കണ്ട. ഹല്ലേലൂയ. എല്ലാറ്റിലും എല്ലായ്പ്പോഴും. എല്ലാരും ഒന്ന് പറഞ്ഞു, എല്ലാറ്റിലും എല്ലായ്പ്പോഴും പരിപൂർണത. എല്ലാത്തിലും എല്ലായ്പ്പോഴും അല്ല, എല്ലാറ്റിലും എല്ലായ്പ്പോഴും. നല്ലൊരു ആമീൻ പറഞ്ഞേ. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ പരിപൂർണത തരുന്ന ദൈവമല്ല, എങ്ങനെയും നിങ്ങളെ നടത്തുന്ന ദൈവമല്ല, തട്ടിമുട്ടി കൊണ്ടുവന്ന ദൈവമല്ല. നിങ്ങൾ ദൈവരാജ്യ പൗരനാണെങ്കിൽ നിങ്ങളുടെ കേസ് വേറെ. ലോക മനുഷ്യര് പറയും, എങ്ങനെയും തട്ടിമുട്ടി പോകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയും ലോൺ എടുത്ത് കഴിഞ്ഞുകൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലേ? ഈ മാസം കൂടെ എങ്ങനെയും തട്ടിമുട്ടി ഓടിക്കാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളുടേതല്ല. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഈ വാക്കുകൾ നിങ്ങൾ പറയരുത്. ഈ വാക്കുകൾ നിങ്ങൾ പറയരുത്. നിങ്ങൾ പറയണം, ഞാൻ സമ്പൂർണ്ണൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവിൽ സമ്പൂർണ്ണൻ, ഭൗതികത്തിലും സമ്പൂർണ്ണൻ. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 8-ാം അധ്യായം. ഹല്ലേലൂയ. ആ വാക്യം എനിക്കൊന്ന് വായിച്ചു തന്നാൽ വളരെ ഉപകാരം. 2 കൊരിന്ത്യർ
സോറി 9 അതിന്റെ 7 സോറി 8 2 കൊരിന്ത്യർ 9:8 സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. സകലത്തിലും പൂർണ്ണ തൃപ്തി അല്ലല്ല സകലത്തിലും നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി മതി. സകലം എപ്പോഴും പൂർണ്ണ അല്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നുകൂടെ വായിച്ചു മുഴുവൻ. സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകും. ആമേൻ. സകലമാണോ ശകലമാണോ? സകലം. എല്ലാരും പറഞ്ഞേ ശകലമല്ല സകലമാണ്. സകലത്തിലും എപ്പോഴും. എല്ലാരും പറഞ്ഞ വല്ലപ്പോഴും അല്ല എപ്പോഴും. ഹല്ലേലൂയ. ശകലത്തിലല്ല സകലത്തിലും. ചിലർക്ക് തെറ്റിപ്പോന്നുണ്ട്. ശകലത്തിലല്ല സകലത്തിലും പൂർണ്ണ തൃപ്തി. അതിപ്പോ ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഇല്ല. ആമേൻ. എന്നാൽ ഇതൊന്ന് പറഞ്ഞേ, ഇന്നു മുതൽ ഇല്ല. ഇപ്പൊ ഈ സകലത്തിൽ എന്ന് പറഞ്ഞ എന്തോ അർത്ഥം? ഹല്ലേലൂയ. ചിലർക്ക് സമാധാനമുണ്ട് പക്ഷെ എങ്കിൽ ഭക്ഷണമില്ല. ചിലർക്ക് ഭക്ഷണമുണ്ട് സമാധാനമില്ല, അപ്പൊ അത് സകലമായില്ല. ഹല്ലേലൂയ. ചിലർക്ക് പൈസയുണ്ട് പക്ഷെ അതേപോലെ ആശുപത്രി കേസുകളും ഉണ്ട്, അപ്പൊ സകലമായില്ല. സകലം എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും ദൈവത്തിന്റെ രാജ്യം നിങ്ങളുടെ വിഷയം ഏറ്റെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പൗരന് മാത്രമുള്ള പ്രത്യേകതയെ കുറിച്ചാണ് ഞാനിപ്പോ സംസാരിച്ചത്. ഹല്ലേലൂയ. നിങ്ങൾ ആരാണ്? ഇന്ത്യ പൗരനാണോ? ഇന്ത്യ പൗരൻ ആണെങ്കിലും അതിനേക്കാളും മുകളിൽ നിങ്ങൾ എവിടെയാണ്? ദൈവരാജ്യ പൗരൻ. ഹല്ലേലൂയ. ഇന്ത്യ പൗരൻ അല്ലെന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മുടെ വിഷയം നിങ്ങൾ ആരാണ്? നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പൗരൻ. ഹല്ലേലൂയ. ദൈവരാജ്യ പൗരന്റെ പ്രത്യേകത എന്താണ്? സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ അത് തുറക്കുമെന്ന് വിശ്വസിക്കാമെങ്കിൽ ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. സാമ്പത്തിക മേഖലയിൽ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങയുടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സാമ്പത്തിക മേഖലയിൽ സകലത്തിലും എപ്പോഴും പൂർണ്ണത. ഹല്ലേലൂയ. വിശ്വസിക്കാമെങ്കിൽ നല്ലൊരു ആമീൻ പറഞ്ഞു. ഇൻ ദ കൗണ്ട് ഓഫ് 3, 2, 1 അതായത് റിസീവ് ചെയ്തോ. റിസീവ് ചെയ്തോ. എല്ലാവരും പറഞ്ഞേ, സകലത്തിലും എപ്പോഴും എനിക്ക് പൂർണ്ണതയുണ്ട്. കാരണം ഞാൻ ദൈവരാജ്യ പൗരനാണ്. ഹല്ലേലൂയ. ആന്റിയുടെ കയ്യിലേക്ക് സമ്പത്ത് വരാൻ പോകും. ആർ യു റെഡി? ഹല്ലേലൂയ. സ്റ്റീവ് റെഡിയാണോ റിസീവ് ചെയ്യാൻ? അല്ലേ? തന്നെ. ഓക്കേ. ഹല്ലേലൂയ. സമ്പത്ത് കൈകളിലേക്ക് വരുന്നതായിട്ട് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം എന്താണ്? ഞാൻ ദൈവരാജ്യ പൗരൻ. എല്ലാരും പറയാം, ഞാൻ ഇന്ത്യയുടെ പൗരനെ ചിലപ്പം പ്രധാനമന്ത്രി പറഞ്ഞു പറ്റിച്ചേക്കാം, തരാന്ന് പറയുന്ന ഒന്നും തരത്തില്ല. പക്ഷെ ദൈവരാജ്യത്തിന്റെ പൗരന് അങ്ങനെ ഒരു ഗതികേടില്ല. രണ്ടുടുപ്പും വടിയും ചെരുപ്പും എടുക്കണ്ട, വണ്ടി വിട്ടോളാൻ പറഞ്ഞാൽ ഒരു കുറവുമില്ലാതെ നടത്തി എന്ന് ലൂക്കോസിൽ എഴുതി. ആമേൻ പറ. അല്ലാതെ രണ്ടു ഉടുപ്പും ചെരുപ്പും ഇല്ലാതെ പോകുമ്പോ തെണ്ടി തിരിയും എന്ന് വിചാരിക്കരുത്. ഹല്ലേലൂയ. ഒരു ദൂതൻ കൈകളിലേക്ക് കാശ് കൊണ്ടുവരിക. ഈ ആഴ്ച സമ്പത്ത് വരും. ഹല്ലേലൂയ. കാരണം ഞാൻ ആരാണ്? ദൈവരാജ്യത്തിന്റെ പൗരൻ. എല്ലാരും വീണ്ടും പറയുക, ഞാൻ ദൈവരാജ്യ പൗരൻ.
ഹല്ലേലൂയ. നിങ്ങളുടെ ഇൻഷുറൻസ് ആരാ എടുത്തിരിക്കുന്നത് അറിയാവോ? ദൈവരാജ്യം. ഫുൾ ഇൻഷുറൻസാ. ഹല്ലേലൂയ. തല തൊട്ട് ഉള്ളം കാലോട്ട് ഉച്ചം തലേ ഉച്ച മുതൽ ഉള്ളം കാല് വരെ നിങ്ങൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷേ ഇൻഷുറൻസ് എടുത്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ഫുൾ ഇൻഷുറൻസ് ആയി കഴിഞ്ഞു. നല്ലൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. And your full insurance is the kingdom of God. Hallelujah. 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 Oh, thank you Jesus. ഈ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഫുള്ള് നമ്മളെ ഇൻഷുർ ചെയ്തിട്ടേ വിളിക്കത്തുള്ളൂ. നമ്മുടെ മുഴുവൻ കാര്യവും ദൈവരാജ്യം ഇനി നോക്കുന്നേ. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അതിൽ എലീശയ്ക്ക് പേടിയില്ലല്ലോ. പുള്ളി നിൽക്കുന്ന എവിടാ? ദൈവ രാജ്യത്തിൽ. പുള്ളിയുടെ ചുറ്റും ആരാ? ദൂതന്മാർ. മറ്റേ പുള്ളി കാണാൻ പറ്റാത്തോണ്ടാണ് ഈ വടി പിടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിൽ നിങ്ങളുടെ അവകാശം ഭയങ്കരമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ, അതിന്റെ മഹിമ ധനമെന്നാണ് അല്ലേ? വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലുള്ള വിശുദ്ധന്മാരുടെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയാൻ കണ്ണ് തുറക്കണമെന്നാ പ്രാർത്ഥിച്ചത് എഫേസ്യ സഭയുടെ. അപ്പൊ കണ്ണ് തുറന്നില്ലേ നമുക്കിത് അറിയത്തില്ലേ നമ്മൾ ഇത് എടുക്കത്തില്ല, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഹല്ലേലൂയ. കരയുന്നവനല്ല ഇത് ആക്സസ് ചെയ്യുന്നത്, കാണുന്നവനാണ്. ഒന്നുകൂടെ പറയാം, കരയുന്നവനല്ല ഇത് ആക്സസ് ചെയ്യുന്നത്, കാണുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞേ വിശ്വാസം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് പിടിക്കുക. അപ്പൊ വിശ്വാസം എന്ന് പറഞ്ഞപ്പോ ആരാണ്ട് നമ്മളെ പഠിപ്പിച്ച വിശ്വാസമാണ് നമ്മുടെ തലേ. എനിക്കൊന്നും കാണാൻ വയ്യേ, കാരണം വിശ്വാസം ഒന്ന് ആശിക്കുന്നതിന് ചിലപ്പോൾ കാണാത്തതിന്റെ നിശ്ചയമല്ലേ. അപ്പൊ അതാണ് നമ്മുടെ തലയിൽ ഇരിക്കുന്നത്. പക്ഷേ അകത്തെ കണ്ണി കണ്ടവനെ ഇത് എടുക്കാൻ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ എലീശയുടെ ശിഷ്യനും പേടിക്കാതെ നിന്നേനെ. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ബൈബിള് മുഴുവൻ പഠിച്ചപ്പോ കണ്ടവരാണ് ഇത് എടുത്തേക്കുന്നത്. എല്ലാവരും പറഞ്ഞേ, കണ്ടാലേ എടുക്കാൻ പറ്റൂ. കണ്ടാലേ എടുക്കാൻ പറ്റൂ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല. ഈ കണ്ണ് കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ, അകത്തെ കണ്ണ് കാണണം. അകത്തെ കണ്ണ് കണ്ടില്ലെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാരും പറഞ്ഞ വിശ്വാസം കാഴ്ചയാണ്. എന്റെ അകത്തെ കണ്ണിന്റെ കാഴ്ചയാണ് വിശ്വാസം. അത് വന്നാൽ നിന്റെ ജീവിതം ഉറപ്പുള്ള ജീവിതമാണ്, സംശയമില്ല. ആ സംശയമില്ലായ്മ എങ്ങനെ വരുന്നു? കണ്ടാലേ വരത്തുള്ളൂ. പക്ഷെ കാണുന്നത് പുറത്തെ കണ്ണല്ല, അകത്തെ കണ്ണ്. ഇതാരും പഠിപ്പിച്ചില്ല. എന്നോട് പറഞ്ഞു തന്നത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടായിരിക്കും, ദൂതൻ ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ടായിരിക്കും. കണ്ണും പൂട്ടി പാസ്റ്റർ പറഞ്ഞത് വിശ്വസിച്ചോ? അതല്ല വിശ്വാസം. ആ വിശ്വാസം ഉള്ളവൻ മുങ്ങിപ്പോകും. ഇന്നല്ലെങ്കിൽ നാളെ പണിപ്പാളും. എല്ലാരും പറഞ്ഞു ഇന്ന് രാത്രി ഞാൻ കാണാൻ പോകെ. ഹല്ലേലൂയ. കരയുന്നവനല്ല ഇത് നേടുന്നത്, കാണുന്നവനാണ് ഇത് നേടുന്നത്. ഹല്ലേലൂയ. 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 വിശ്വാസം ഒരു അസാധാരണമായ കാഴ്ചയാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. 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 ഓറ അസീം മലി ക്രമാതസി മലൂറികമനഹസിയ മെസൂദറിയാൽ തസിയ റുഖമിലിയാൻ തസിയ. എബ്രായ ലേഖനം 11:13 എന്ന് വായിക്കാം. എബ്രായ ലേഖനം 11:13. എബ്രായ ലേഖനം 11:13. ഇവരെല്ലാവരും വിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ദൈവമക്കൾ, വിശ്വാസികളുടെ എന്താ പറയാ, ആ പരമ്പരയിലുള്ള എല്ലാവരും അല്ലെ, വിശ്വാസത്തിന്റെ ഭക്തന്മാരെല്ലാവരും ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്നത് കണ്ട്
അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുക, ദൂരത്ത് നിന്നത് കണ്ട്. മതി, എല്ലാരും പറഞ്ഞേ കണ്ടു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ ഒരു മർമ്മം കൂടെ ഉണ്ട്, അതിപ്പം തുടരേണ്ട ആവശ്യമില്ല, അത് കുറച്ചുകൂടെ ഡീപ്പാണ്. അവര് വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല, അത് വേറൊരു ടോപ്പിക്ക്. പക്ഷെങ്കിൽ അവര് കണ്ടു. ഹല്ലേലൂയ. എല്ലാരും പറഞ്ഞ അവര് കണ്ടു. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് കാണാനുള്ള കഴിവല്ലേ വിശ്വാസം? ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാ പക്ഷെ നമ്മൾ പഠിച്ചേക്കുന്ന ഒന്നാമത്തെ വാക്യം മാത്രമാ, വിശ്വാസം എന്നതോ. പക്ഷെ വിശ്വാസികൾ എങ്ങനെയാ ജീവിച്ചത്? കണ്ട്. എങ്ങനെ കണ്ടു? അകത്ത് കണ്ടു. കണ്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. Thank you Jesus. Hallelujah. Ru azelle brekatozia. Lu orimeketazia. Mu oruli meketazia. Lu uchusi miriantazia. Ri elibrakatoza. Mezibr elle rekamatozia. Mar glory metazia. Lehia reebodo shuzia. 11:10. അതുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറായും, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന അതും ലുക്ക് എന്നാണ്, ലുക്കിംഗ് ഫോർവേഡ്. ആമേൻ. അപ്പോൾ അവർക്ക് കാണാൻ ഒരു കപ്പാസിറ്റി ലഭിച്ചു. ഹല്ലേലൂയ. അവർക്ക് ഇന്നില്ലാത്തതും എന്നാൽ ദൈവം ഒരുക്കുന്നതുമായ കാര്യങ്ങൾ അവർക്ക് സെൻസ് ചെയ്യാൻ പറ്റിയതാണ് അവരുടെ വിജയം. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന ഒന്നിന്റെ പേരാണ് ആശിക്കുന്നതിന്റെ ഉറപ്പ്. എല്ലാവരും പറഞ്ഞു ഉറപ്പ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് വരണമെങ്കിൽ നിങ്ങൾ കാണണം. കരയുന്നവർക്കല്ല ഉറപ്പ്, കാണുന്നവർക്ക് ഉറപ്പുണ്ട്. എല്ലാവരും പറഞ്ഞു എന്റെ അകത്തെ കണ്ണ് തുറന്ന് ഞാൻ കാണാൻ തുടങ്ങുകയാ. ഹല്ലേലൂയ. എല്ലാവരും ഒന്നുകൂടെ പറഞ്ഞു എന്റെ അകത്തെ കണ്ണ് തുറന്ന് ഞാൻ കാണാൻ പോകുന്നു. ദൈവം എനിക്കായി ഒരുക്കിയത്, ദൈവം ആരെന്ന് ഞാൻ അറിയാനും കാണാനും പോകുന്നു വെളിപ്പാടിൽ. ഹല്ലേലൂയ. വിശ്വാസമുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമെന്ന്? ഹല്ലേലൂയ. നിങ്ങൾക്കത് കാണാൻ ഈ ആഴ്ച തൊട്ട് പറ്റണം. ഹല്ലേലൂയ. 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 ആമേൻ. ദൈവികമായ കാര്യങ്ങളെ നിങ്ങൾ കാണാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ റഷഹിദ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പോടെ നിൽക്കാൻ പറ്റും. ഹല്ലേലൂയ. വിശ്വാസത്തോടും സഹിഷ്ണുതയോടും നിന്ന് വാഗ്ദത്ത നിവൃത്തി കാണാൻ പറ്റും. ഈ സഹിഷ്ണുത പോകുന്നത് എപ്പോഴാ? കാണാൻ വയ്യാത്തപ്പോ. ഹല്ലേലൂയ. അകത്തെ കണ്ണിൽ നമുക്ക് അതിന്റെ സെൻസിങ് പോയി കഴിഞ്ഞാൽ നമ്മൾ സഹിഷ്ണുതയോടെ നിൽക്കത്തില്ല. നമ്മൾ വിചാരിക്കും ദൈവം ഇത് സംഭവം മതിയാക്കിയതാണ്, ദൈവം പരിപാടി അവസാനിപ്പിച്ചതാണ് എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങ് പുറകോട്ട് പോകും. ഹല്ലേലൂയ. നമ്മൾ പുറകോട്ട് പോകുമ്പോൾ വാഗ്ദത്ത നിവൃത്തി കാണത്തില്ല. ഹല്ലേലൂയ. എപ്പോഴും വാഗ്ദത്ത നിവൃത്തി കാണാത്തതിന്റെ കാര്യം നമ്മുടെ പുറകോട്ടുള്ള പോക്കാണ്. ഇസ്രായേൽ മക്കൾ കനാനിന്റെ വക്കത്ത് എത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഈജിപ്തിലോട്ട് തിരിച്ചു പോകാം. എന്താ അത് പറയാൻ കാര്യം? ഹല്ലേലൂയ. അവർക്ക് ദൈവം ഒരുക്കിയ നന്മയല്ല കാണാൻ പറ്റിയത്, പുറത്തെ കണ്ണ് കണ്ട മല്ലന്മാരെയാണ് കാണാൻ പറ്റിയത്. ഹല്ലേലൂയ. എന്നാൽ യോശുവയുടെ പ്രത്യേകത ഞാൻ പറയാം, പുള്ളി ഈ സാന്നിധ്യം വിട്ടുപിരിയാത്തവനായിരുന്നു. അപ്പം കണ്ണ് തുറക്കണമെങ്കിൽ സാന്നിധ്യം വിട്ടുപിരിയല്ലോ. ഹല്ലേലൂയ. ബാക്കിയുള്ളവരുടെ കണ്ണ് എന്തോ കണ്ടേ? മല്ലന്മാരെ കണ്ടു. കാരണം അത് കാണാൻ ഈ കണ്ണ് മതി. ഹല്ലേലൂയ. പക്ഷെ യോശുവയുടെ കണ്ണ് നന്മ കണ്ടു, പാലും തേനും കണ്ടു. അപ്പൊ അതിന് ഏത് കണ്ണ് വേണം? മല്ലന്മാരെ ഓവർടേക്ക് ചെയ്യുന്ന അകത്തെ കണ്ണ് വെളിയിൽ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് യോശുവയ്ക്ക് ഇത് സാധിച്ചു?
എന്തുകൊണ്ട് യോശുവയ്ക്ക് ഇത് സാധിച്ചു എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, കൂടാരം വിട്ടുപിരിയില്ല. മോശ കൂടാരത്തിൽ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാലും ഇദ്ദേഹം കൂടാരം വിട്ടുപിരിയില്ല. കൂടാരം എന്ന് പറഞ്ഞാൽ ഗ്ലോറി ഇറങ്ങുന്ന സ്ഥലം ഇദ്ദേഹം വിട്ടുപിരിയില്ല. ഹല്ലേലൂയ. ഇദ്ദേഹം കേവലം ഒരു അക്ഷരത്തിലല്ല നിന്നത്, ഗ്ലോറിയുടെ ടച്ചിങ്ങിലാണ് നിന്നത്. കൂടാരത്തിൽ ഇറങ്ങിയത് അക്ഷരമല്ല, ദൈവ മഹത്വമാണ്. അക്ഷരം കൊല്ലും, പക്ഷെ മഹത്വം ജീവിപ്പിക്കും. അപ്പോ ദൈവത്തിന്റെ തേജസ്സിൽ നീ എത്ര സമയം ഇരിക്കുന്നു, ഇതനുസരിച്ച് നിന്റെ അകത്തെ കണ്ണിന്റെ അകത്തൊരു ഓപ്പണിംഗ് സംഭവിക്കും. മറ്റാർക്കും, കൂടെ നിൽക്കുന്ന ആർക്കും ചിലപ്പോ ഭർത്താവിനും ഇത് കാണാൻ പറ്റണമെന്നില്ല, കൂടെ നടന്ന ഇസ്രായേലിന് ഇത് കാണാൻ പറ്റണമെന്നില്ല, ചിലപ്പോ അടുത്തുള്ളവന് കാണാൻ പറ്റണമെന്നില്ല, മറ്റു വിശ്വാസി എന്ന് പേരുള്ളവന് ഇത് കാണാൻ പറ്റണമെന്നില്ല. പക്ഷെ നിനക്ക് മാത്രം ഒരു കാഴ്ച, നിനക്ക് മാത്രം ഒരു കാഴ്ച. ഇത് വിശ്വാസികളെന്ന് പേരുള്ള എല്ലാവർക്കും കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഒറ്റ നോക്കാൻ പോയ എല്ലാവരും ഇത് കാണണമായിരുന്നു. ഹല്ലേലൂയ. അവര് കണ്ടത് മല്ലന്മാരെയാണ്. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും എന്റെ ചർച്ചിലെ മെമ്പേഴ്സ് ഒരുപോലെ ഇരിക്കണമെന്ന് നടക്കത്തില്ല. നിങ്ങൾ സാന്നിധ്യം വിട്ടുപിരിയാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കാഴ്ച ലഭിക്കും. ആ കാഴ്ച ഉണ്ടേലേ നിങ്ങൾ മുന്നോട്ട് കാല് വെക്കൂ, ഇല്ലേ ധൈര്യം കിട്ടില്ല. ഈജിപ്തിലോട്ട് നിങ്ങൾ തിരിച്ചു പോകാൻ തുടങ്ങും, നിങ്ങൾ മരുഭൂമിയിൽ നശിക്കും. ഇന്ന് സകലർക്കും സംഭവിക്കുന്നത് കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് വിശ്വാസമില്ലാത്തത്, വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നശിക്കുന്നത്. ഇപ്പൊ മനസ്സിലാക്കണം എന്തോ വിശ്വാസം. എല്ലാവരും പറഞ്ഞ വിശ്വാസം കാഴ്ചയാണ്. ആരുടെ കാഴ്ച? അകക്കാഴ്ച. ഇത് ഈ മെസ്സേജ് എന്റെ വായിൽ നല്ലവ ഞാൻ കേട്ടിട്ടില്ല. ചില മെസ്സേജുകൾ എക്സ്ക്ലൂസീവ്ലി എന്റേതാണ്. ഞാനത് അഹങ്കാരത്തിൽ പറയുന്നതല്ല, ഞാൻ കേട്ടിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ലത്. ഞാൻ 18 വർഷം പെന്തിക്കോസ്റ്റ് ചർച്ച ചെയ്തിട്ട് ഞാൻ കേട്ടത് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ എഴുതി വെച്ചേക്കുന്ന എന്തൊക്കെയുണ്ട്, അത് കണ്ണും പൂട്ടി പാസ്റ്റർ പറഞ്ഞാലും വിശ്വസിച്ചോണം. വിശ്വസിച്ചില്ലെങ്കിൽ നിന്റെ അകത്ത് ദുരാത്മാവ് കയറിയിട്ടുണ്ട്. അങ്ങനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഗ്ലോറിയുടെ ടച്ചിങ് വരുമ്പോൾ അകക്കണ്ണ് ഓപ്പൺ ആയാലേ വിശ്വസിക്കാൻ പറ്റൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ സ്പിരിറ്റ് മാനെ കാണാൻ പറ്റും, പക്ഷെങ്കിൽ അവൻ ഗ്ലോറി ടച്ചിങ്ങിൽ നിൽക്കണം. അവൻ പാരമ്പര്യ ടച്ചിങ്ങിൽ നിന്നാൽ അവൻ മരിക്കും. ഹല്ലേലൂയ. അവൻ അക്ഷരത്തിന്റെ വചനത്തിൽ നിന്നാൽ അകത്തെ കാഴ്ച മരിക്കും. ഹല്ലേലൂയ. എന്റെ അമ്മ എത്രയോ വർഷം പള്ളിയിലും പെന്തിക്കോസ്ത് പള്ളിയിലും പൊക്കൊണ്ടിരുന്ന ആളാ, പക്ഷെ അകക്കണ്ണ് കുരുടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ദൂതനെ കണ്ടിട്ടില്ല, അമ്മ ദൈവത്തിന്റെ തലങ്ങൾ കണ്ടിട്ടില്ല, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. പക്ഷെ എല്ലാം ചെയ്യുന്നുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷെ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്നാണോ നീ ഗ്ലോറി ടച്ചിങ്ങിൽ വരുന്നത്, അന്ന് നിന്റെ അകത്തെ കണ്ണിന് പ്രകാശം ഉണ്ടാകും. ആമീൻ പറ. പൗലോസ് എന്ന് പറഞ്ഞ മനുഷ്യന് ബൈബിള് മുഴുവൻ കാണാപ്പാഠം അറിയാം, പക്ഷെങ്കിൽ യേശു മശിഹ എന്ന് അറിഞ്ഞില്ല. നല്ലൊരു ആമീൻ പറഞ്ഞേ. പക്ഷെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ചൊരു ലൈറ്റ് അടിച്ചു. ലൈറ്റ് എന്ന് പറഞ്ഞാൽ റെവലേഷൻ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോറി. ഗ്ലോറി വന്നപ്പോ ഒരു മൂടുപടം അഴിഞ്ഞു. യേശു മശിഹ എന്ന് അവൻ അറിഞ്ഞു. ഇനി നമുക്ക് ലൂക്കോസിലേക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന 2 പേരെ നമുക്ക് കാണാം. 24-ാം അധ്യായം 13 തൊട്ടാണ്, വായിക്കണ്ട, ശ്രദ്ധിച്ചോ. എമ്മൗസിലേക്ക് യാത്ര ചെയ്യുന്ന 2 പേരെ നമുക്ക് കാണാം. അവർ സംസാരിക്കുന്നത് ദൈവിക കാര്യങ്ങളാണ്, പക്ഷെങ്കിൽ അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല.
കുറച്ചു കഴിഞ്ഞപ്പോ യേശു അവരുടെ കൂടെ നടക്കാനായിട്ട് ആരംഭിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തില്ല? അത് ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരറിഞ്ഞില്ല. 15-ാം വാക്യം വായിച്ചേ, 24-15. അവര് സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുക. ഇന്ന് വിശ്വാസം തർക്കമായി മാറി. കാരണം കാഴ്ചയില്ലാത്തോണ്ടാ. അവരെന്ത് ചെയ്യുക? അത് യേശുവാണോ, അത് യേശുവാണോ, അത് മശീഹയാണോ? ഓ അല്ല, ചുമ്മാ മശീഹയൊന്നും അല്ല. തർക്കമാ. കാരണം അവർക്ക് കാണാൻ വയ്യ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എമ്മൗസിലേക്ക് യാത്ര ചെയ്ത രണ്ടുപേര് തർക്കിച്ചുകൊണ്ടിരിക്കുക. വായിച്ച 15. ഓക്കെ. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അപ്പോ കർത്താവിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് കൂടിപ്പോയ ഈ വചനം വെച്ച് തർക്കിക്കാൻ ഉപയോഗിക്കാം. വേറെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. ഹല്ലേലൂയ. പലരും ഈ വചനം ഉപയോഗിക്കുന്നത് തർക്കിക്കാനാണ്. ആമേൻ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. അപ്പൊ അതിന്റെ മുകളിലേക്ക് യാത്ര ചെയ്യണം നമുക്ക്. താഴോട്ട് വായിച്ചു വന്നാട്ടെ. 17. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അവനവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. യേശു തന്നെ ചോദിക്കുക. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാ എന്ന് പേരുള്ളവൻ, യെരൂശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏതെന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത്, ദൈവത്തിന് സകല ജനത്തിനു മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസ്രയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും അവനെ മരണശിക്ഷയ്ക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു. ഞങ്ങളുടെ കൂട്ടത്തിലെ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞു ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, അവനെ കണ്ടില്ലതായി. അവരവരോട് അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തുവിനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശെ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെ കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടെടുത്തപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ തങ്ങളോടുകൂടെ പാർക്കാം, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞവരെ നിർബന്ധിച്ചു. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു അവരെ അറിഞ്ഞു. അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ചു തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലേ? അപ്പൊ ആദ്യം തർക്ക വിഷയമായിരുന്ന യേശു കണ്ണു തുറന്നപ്പോൾ തർക്കം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ കണ്ണ് തുറന്നാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി. അല്ലെങ്കിൽ നമ്മൾ ഇത് ഓരോരുത്തരെ വിളിച്ച് ചോദ്യം ചോദിച്ചോണ്ടേയിരിക്കും. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടത്തില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി നിങ്ങൾ എന്തോ ആഗ്രഹിക്കണ്ടേ? എന്റെ കണ്ണ് തുറക്കണമേ. ഹല്ലേലൂയ. അപ്പൊ ഇത് തുറക്കാൻ ഇവരെ യോഗ്യമാക്കിയ ഒരു ഘടകം ഞാൻ പറയാം. 29-ാമത്തെ വാക്യം ഒന്നുകൂടെ അമ്മയൊന്ന് വായിച്ച്, എനിക്ക് കേൾക്കാൻ വയ്യാത്തോണ്ടാണ്. യേശുവേ ഞങ്ങളുടെ കൂടെ പാർക്കുക. അടുത്തത്
വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. ഓക്കെ, അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അതാണ് കണ്ടീഷൻ. കൂടെ വസിക്കുമ്പോഴാണ് കണ്ണു തുറക്കുന്നത്. എപ്പോഴാ കണ്ണു തുറക്കുന്നത്? കൂടെ വസിക്കുമ്പോൾ. ആ അക്ഷരത്തിന്റെ കൂടെ അല്ല, ആത്മാവിന്റെ കൂടെയുള്ള വാസം. കൂടാരം വിട്ടുപിരിയാത്ത യോശുവയെ പോലെ നമ്മൾ പ്രസൻസിൽ അങ്ങോട്ട് വസിച്ചു തുടങ്ങിയാൽ നമ്മുടെ കണ്ണിന് ഒരു ഓപ്പണിംഗ് ദൈവം തരാൻ പോകുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് രാത്രി കണ്ണ് ഓപ്പൺ ആകണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ സാന്നിധ്യത്തോടൊപ്പം വസിക്കണം. ഹല്ലേലൂയ. അങ്ങനെ കണ്ണ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് ധൈര്യം ലഭിക്കും. ഹല്ലേലൂയ. നമുക്ക് ഉറപ്പ് ലഭിക്കും. ഹല്ലേലൂയ. നമ്മൾ യേശുവിന്റെ ധൈര്യമുള്ള സാക്ഷികളായി മാറും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞാട്ടെ. എന്താണ് നിങ്ങളാകാൻ പോകുന്നത്? യേശുവിന്റെ മഹിമ കണ്ട സാക്ഷികൾ. ഹല്ലേലൂയ. അപ്പൊ അതിന് നിങ്ങൾ എന്തോ കാണണം? ഗ്ലോറി കാണണം. എല്ലാരും പറഞ്ഞേ കാണണം. എല്ലാരും പറഞ്ഞേ കാണണം. വിശ്വാസം കാഴ്ചയാണ്. ഹല്ലേലൂയ. ഇനി ആര് ചോദിച്ചാൽ എന്താ വിശ്വാസം എന്ന് പള്ളി ചോദിക്കുമ്പോ ഉറക്കെ പറയണം കേട്ടോ സീവേ. വിശ്വാസം എന്തുവാ? അത് കാഴ്ചയാണ്. വിശ്വാസം എന്തുവാണ്? അകത്തെ മനുഷ്യന്റെ കാഴ്ചയാണ് എന്ന് നിങ്ങൾ എന്നറിയുന്നോ അന്ന് നിങ്ങളുടെ ഇത് തുറക്കും. തുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടെ വസിക്കണം. ഹല്ലേലൂയ. ആരെങ്കിലും ദൈവത്തോട് കൂടെ വസിച്ചോ അവരുടെ കണ്ണ് തുറക്കും. DJ ദിനകരൻ സ്വർഗത്തിൽ പോയി എല്ലാം കാണുമായിരുന്നു. താൻ പിതാവിന്റെ കൂടെ വസിക്കുന്നത് 12 മണിക്കൂറാണ്. ഹല്ലേലൂയ. ചില ഹോട്ടൽ റൂമുകളിൽ റൂം എടുത്തിട്ട് താൻ മുട്ടുമേൽ അങ്ങോട്ട് ഒരു ഇരിപ്പങ്ങ് ഇരിക്കും. താൻ ദൈവത്തോടൊപ്പം വസിക്കുന്നത് 12 മണിക്കൂറാണ്. ഹല്ലേലൂയ. മിനിമം. ഞാനൊരു കേട്ടതെന്ന് പറയാം. ആ വാസത്തിന്റെ ഇടയിൽ താൻ സ്വർഗം മുഴുവൻ കണ്ടിട്ടാണ് തന്റെ മടങ്ങി വരവ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്റെ മീറ്റിങ്ങുകളിൽ താൻ നിൽക്കുമ്പോൾ യേശു ഡയറക്ട്ലി പ്രസന്റ് ആകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ കൂടെ യേശു ഉണ്ട്. പക്ഷെങ്കിൽ അത് സെൻസ് ചെയ്യാത്തോണ്ട് അദ്ദേഹത്തിന്റെ കൂടെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. എനിക്ക് ഈ ഫാൻ ഇവിടെ ഉണ്ടെങ്കിലും ഇത് ഓൺ ആക്കണമെങ്കിൽ എനിക്ക് കാഴ്ച വേണം. ഹല്ലേലൂയ. എനിക്ക് ഈ ലൈറ്റിന്റെ കാഴ്ച വന്നുകൊണ്ടാണ് ഈ സ്വിച്ച് കാണാൻ പറ്റിയത്. ഈ ദൈവിക തലങ്ങളിൽ കിടക്കുന്ന ഏത് കാര്യവും നമുക്ക് എടുക്കാനും ആക്സസ് ചെയ്യാനും പറ്റണമെങ്കിൽ നമ്മുടെ അകത്ത് കാഴ്ച വേണം. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമീൻ പറ. കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്കും അതിനെ ആക്സസ് കിട്ടത്തില്ല. നിങ്ങളുടെ അടുത്തതുണ്ട് പക്ഷെ എടുക്കത്തില്ല. എലീശയുടെ ശിഷ്യന്റെ അടുത്തും ഈ ദൂതൻ നിപ്പുണ്ട്. പക്ഷെ അവന് കാണാത്തോണ്ട് അവൻ പേടിച്ചോടുകയാണ്. അപ്പൊ ആ പേടിച്ചുള്ള ഓടലിലാണ് നമ്മൾ തോറ്റുപോകുന്നത് പലപ്പോഴും ജീവിതത്തിൽ. കാരണം ഭയം എവിടെ വരുന്നോ അവിടെ പിശാച് നമ്മളെ താഴെയിടും. വിശ്വാസം ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള സ്ഥലമാണെങ്കിൽ നമുക്കത് വിശ്വാസം എന്ന് പറഞ്ഞ ദൈവം ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസമല്ല. അകത്തെ കണ്ണിൽ കണ്ട് ഉറച്ചു നിൽക്കുമ്പോൾ ദൈവത്തിന് നമ്മുടെ കൂടെ പ്രവർത്തിക്കാം. എന്നാൽ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ പത്രോസ് മുങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഭയം പിശാചിന്റെ പോർട്ടലും വിശ്വാസം ഉറപ്പും ദൈവത്തിന്റെ പോർട്ടലുമാണ്. അപ്പൊ ദൈവത്തിന് മൂവ് ചെയ്യണമെങ്കിൽ നമ്മുടെ അകത്ത് ഉറപ്പ് വേണം, ധൈര്യം വേണം. ദൈവം എന്റെ കൂടെ ചലിക്കുമെന്നുള്ള ഒരു ബോധ്യം എന്നെ ഭരിച്ചെങ്കിലേ എനിക്ക് നിൽക്കാൻ പറ്റൂ. ഞാൻ നിൽക്കുമ്പോഴേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റൂ. ചെങ്കടൽ കണ്ട് ഭയപ്പെട്ട് പുറകോട്ട് പോയാൽ മോശയുടെ കൈകളിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. മോശയോട് ചോദിച്ചു, നീ എന്തിനാണ് ഭയപ്പെടുന്നത്? നീ കരങ്ങൾ നീട്ടുക. കരച്ചിൽ നിർത്തി കണ്ണ് തുറന്ന് കൈ നീട്ടിയപ്പോഴാണ് യോർദാൻ മാറിപ്പോയത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവ പ്രവർത്തിക്ക് നമ്മുടെ കാഴ്ച അത്യന്താപേക്ഷികമാണ് എന്ന് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ കരച്ചിലല്ല വേണ്ടത്, കാഴ്ചയാണ് വേണ്ടത്. കരച്ചിലല്ല വേണ്ടത്, കാഴ്ചയാണ് വേണ്ടത് എന്ന് ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങളുടെ അന്ധത മാറുകയാണ്. ഹല്ലേലൂയ. അനന്യാസ് പൗലോസിന്റെ തലയിൽ കൈവച്ചപ്പോൾ എന്ത് സംഭവിച്ചു? കണ്ണ് തുറന്നു.
ചെതുമ്പല് പോലൊരു സാധനം വീണു. വായിച്ചേ 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി. ഹല്ലേലൂയ. 17 9:17 അല്ലെങ്കിൽ 17:18. 9:17-18. എന്തെല്ലാം കഷ്ടം അനുഭവിക്കേണ്ടതാകുന്നുവെന്ന് ഞാൻ അവനെ കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദരാ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീണു. ചെതുമ്പലാണ് തടസ്സം. ഓക്കേ, ഇത് ഭൗതിക കാഴ്ചയും ആത്മീക കാഴ്ചയും ഒരുമിച്ച് കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഈ പൗലോസിന്റെ ഈ സംഭവത്തിലൂടെ പൗലോസിന് ഭൗതിക കാഴ്ചയും കിട്ടി, ആത്മീക കാഴ്ചയും ഒരുമിച്ച് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ തടയുന്ന ചെതുമ്പലുണ്ട്. ചെതുമ്പൽ ഒരു റലമാണ്. ചെതുമ്പൽ ഒരു ഡീമണാണ്. ചെതുമ്പൽ ഒരു ഡിമോണിക് പോർട്ടലാണ്. അവനാണ് കുരുട്ട് കണ്ണുകൾ സൃഷ്ടിക്കുന്നത്. അവനാണ് പിതാവിനെ അറിയാതെ വേണം അന്ധത പിടിപ്പിക്കുന്നത്. ഹല്ലേലൂയ. എന്റെ ജനം അന്ധത അറിവില്ലാത്തതുകൊണ്ട് നശിച്ചു പോകും. അപ്പം ഒരാളെ നശിക്കണമെങ്കിൽ അവൻ പിതാവിനെ അറിയരുത് എന്നുള്ള ഒരു ഡിമോണിക് ചെതുമ്പലിന്റെ റലമുണ്ട്. ആ റലത്തെ പൊളിക്കണം. എല്ലാരും പറഞ്ഞ ആ ചെതുമ്പൽ ഇന്ന് വീഴട്ടെ താഴെ. ആ ചെതുമ്പൽ എന്റെ കണ്ണിൽ നിന്ന് വീഴട്ടെ. ഒന്ന് പറഞ്ഞേ, തലയിലോട്ട് കഴിച്ചു പറഞ്ഞേ, ആ ചെതുമ്പൽ എന്റെ കണ്ണിൽ നിന്ന് മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഈ ചെതുമ്പൽ ചിലപ്പോൾ തിരിച്ചു കയറാൻ ശ്രമിക്കാം. ചില അന്ധതകൾ, ചില കുരുട്ടുകൾ, ചില മനസ്സിലാകാത്ത കൺഫ്യൂഷനുകൾ അത് വരുമ്പോൾ അത് ഓർത്തോണം, അത് ഡിമോണിക് റലമാണ്, ചെതുമ്പലിന്റെ റലമാണ്. ആ റലത്തെ പൊളിക്കുന്നത് ആരാണ്? താഴോട്ട് വായിച്ചോ. അതേ അധ്യായം 17-ാം വാക്യം. ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലേ, സഹോദരാ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശു എന്ന കർത്താവ് എന്നെ അയച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ പൂർണ്ണനാകുമ്പോഴാണ് ചെതുമ്പൽ താഴെ പോകുന്നത്. ശ്രമമല്ല, ആത്മപൂർണതയിൽ ചെതുമ്പൽ താഴെ വീഴും. ഇന്ന് ചെതുമ്പലുകൾ താഴെ വീഴുന്നത് എവിടെയാണ്? ആത്മാവിൽ നിറയുമ്പോൾ. ബ്രദറെ, എനിക്ക് വേണ്ടും പോലെ കാണാൻ പറ്റുന്നില്ല, അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഓർത്തോ, ആത്മാവില്ലാത്തോണ്ടല്ല, ആത്മാവിൽ നിറയാത്തോണ്ടാണ്. ആത്മാവിൽ നിറയാൻ ഉള്ള സാഹചര്യത്തിൽ ഇരിക്കണം. സാന്നിധ്യമാണ് യോശുവയുടെ കണ്ണ് തുറന്നത്. കൂടെ വസിക്കുക എന്ന് രണ്ടുപേര് പറഞ്ഞപ്പോഴാണ് എമ്മൗസിലുള്ളവരുടെ കണ്ണ് തുറന്നത്. അപ്പൊ കൂടെ വസിക്കുന്ന സാന്നിധ്യവും ആ നിറവിന്റെ അനുഭവത്തിൽ നിനക്ക് കാഴ്ച കിട്ടും. നീ കാണാൻ പോകുവാണെന്ന്, നീ കാണാൻ പോവാണെന്ന് സന്തോഷിക്കുന്ന രാമ്യം പറ. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, ആത്മപൂർണതയാണ് അതിന്റെ മാർഗം. എന്താണ് മാർഗം? ആത്മാവല്ല, ആത്മാവ് എല്ലാവർക്കും ഉണ്ട്, വിശ്വസിക്കുന്നവർക്കുണ്ട്. പക്ഷെ ആത്മാവിൽ നിറയുമ്പോഴാണ് ഈ കാഴ്ച വരുന്നത്. ഹല്ലേലൂയ. ആത്മാവിൽ നടന്നു തുടങ്ങിയാൽ ആത്മാവിന്റെ സെൻസിങ്ങുകൾ ഓപ്പൺ ആയി വരും. ആത്മാവിന്റെ ഓരോ അനുസരണം ചെയ്യുമ്പോഴും ചെതുമ്പലുകൾ അടർന്നു മാറിക്കൊണ്ടേയിരിക്കും. ഇന്ന് നിന്റെ കണ്ണിനെ കുരുടാക്കിയിരിക്കുന്ന ചെതുമ്പലുകൾ എല്ലാം മാറ്റുന്ന തലമാണ് മഹത്വതലം. എല്ലാരും പറഞ്ഞ ചെതുമ്പൽ താഴെ വീഴട്ടെ. കണ്ണ് കുരുടാക്കുന്ന ചെതുമ്പൽ ഇങ്ങനെ കണ്ണെ പിടിച്ചിട്ട് പറ, അത് താഴെ വീഴട്ടെ. ഈ ചെതുമ്പൽ താഴെ വീണാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തെ എടുക്കും. ഈ ചെതുമ്പൽ താഴെ വീണാൽ നിങ്ങൾക്ക് കാഴ്ച ലഭിക്കും. കാഴ്ച ലഭിച്ചാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അനുഗ്രഹത്തെ എടുക്കാൻ പ്രാപ്തമാകും. എല്ലാരും പറഞ്ഞു, എന്റെ കൈ അനുഗ്രഹത്തെ എടുക്കും.
കാരണം എനിക്ക് കാണാം. ആന്റി എന്തൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചാലും അടുക്കളയിൽ, ഇപ്പോൾ ഇവിടെ ലൈറ്റ് പോയി കഴിഞ്ഞാൽ ആന്റിക്ക് ഇവിടെ ഒന്നും വിളമ്പാൻ പറ്റില്ല. കാരണം കാഴ്ചയില്ലെങ്കിൽ ഉണ്ടാക്കിയത് അവിടെ ഇരിക്കത്തേ ഉള്ളൂ, അത് എടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. നിനക്കില്ലാത്തത് കൊണ്ടല്ല നിനക്ക് എടുക്കാൻ കഴിയാത്തത്, നിനക്ക് അറിയാത്തത് കൊണ്ടും കാണാൻ പറ്റാത്തതുകൊണ്ടുമാണ്. ഇവിടെ ഞാൻ പറയാം, ഇതൊരു 5 വട്ടം കേൾക്കണം. നിനക്കില്ലാത്തത് കൊണ്ടല്ല നിനക്ക് എടുക്കാൻ പറ്റാത്തത്, നീ അറിയാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടുമാണ്. ഒന്ന് പറയാൻ ശ്രമിച്ചു. നിനക്കില്ലാത്തത് കൊണ്ടല്ല നിനക്ക് എടുക്കാൻ പറ്റാത്തത്, നീ അത് അറിയാത്തത് കൊണ്ടും കാണാത്തത് കൊണ്ടുമാണ്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് സാധനം, അടുക്കളയിൽ ഫുഡ് ഉണ്ട്, ലൈറ്റ് പോയാൽ എടുക്കാൻ പറ്റില്ല. ഇപ്പൊ ലൈറ്റ് പോയാൽ ഈ ഫാനിന്റെ സ്വിച്ച് ഒന്നും എനിക്കറിയത്തില്ല, ഞാൻ ചൂടത്ത് നിൽക്കേണ്ടി വരും. ഹല്ലേലൂയ. ഈ ലൈറ്റ് പോയാൽ എനിക്ക് ഈ ക്യാമറ ഒക്കെ ഉണ്ട്, പക്ഷെ ക്യാമറ എന്നെ പിടിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ലൈറ്റ് ആണ് ഉള്ളതിനെ കാണിച്ചെടുപ്പിക്കുന്നത്. പണ്ട് കറണ്ട്, ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ട്, അതുകൊണ്ട് കറണ്ട് പോകുന്ന അറിയാറില്ല. പണ്ട് കറണ്ട് പോകുന്ന സമയങ്ങൾ ഓർക്കുക, ഞങ്ങൾ പെൻസിലെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അയ്യോ എവിടെ പേന തപ്പുക, പേന എവിടെ ഉണ്ട്, പേന തപ്പുക. ചിന്തിച്ചു നോക്ക്. ബുക്ക് അവിടെ ഉണ്ട്, അയ്യോ സയൻസിന്റെ ബുക്ക് ഇവിടെ, സോഷ്യലിന്റെ ബുക്ക് ഇവിടെ. പണ്ട് കറണ്ട് കട്ടിന്റെ ലോഡ് ഷെഡിങ്ങിന്റെ സമയം ഞാൻ ഓർത്തു പോകുകയാണ്. ഹല്ലേലൂയ. അവിടെ ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. അവിടെ ഉണ്ട്, വായിക്കാൻ പറ്റുന്നില്ല. അമ്മ മെഴുകുതിരി കൊണ്ടുപോവാ, വായിക്കാൻ പറ്റുന്നില്ല. വായിക്കാൻ പറ്റാത്ത അക്ഷരം ഇല്ലാത്തോണ്ടല്ല, അവിടെ അക്ഷരങ്ങളുണ്ട്, വായിക്കാൻ പറ്റുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അപ്പൊ കാഴ്ചയില്ലെങ്കിൽ ഉള്ളത് ലഭിക്കയില്ല. കാഴ്ചയില്ലെങ്കിൽ ഉള്ളത് എടുക്കാൻ പറ്റത്തില്ല. കാഴ്ചയില്ലെങ്കിൽ ഉള്ളത് എടുക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിൽ പരിപൂർണരാണ്, എല്ലാം ഉണ്ട്, പക്ഷെ എടുക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അതെന്താണ്? കാഴ്ചയില്ല. അല്ല, ആമേൻ പറഞ്ഞു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കാഴ്ച നൽകുകയാണ്. നല്ലൊരു ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവേ, ആ കാഴ്ച ഇപ്പോൾ ഇവരുടെ മേലെല്ലാം തുറന്നു വരാൻ പ്രാർത്ഥിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇവരുടെ മേൽ ആ കാഴ്ച തുറക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ ഞങ്ങളെ വീഡിയോയിൽ കാണാൻ പോകുന്നവരുടെ കാഴ്ച തുറക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഈ സെക്കൻഡിൽ, ഓ ദൈവത്തിന്റെ ആത്മാവ് വന്ന് ചെതുമ്പലുകൾ താഴെ വീഴാൻ പോകുകയാണ്. വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? ഈ സെക്കൻഡിൽ തന്നെ ആ ചെതുമ്പലുകൾ താഴെ വീണ് ഞാൻ സ്വതന്ത്രമാകുകയാണ്, ഞാൻ കാണാൻ പോകുകയാണ്. എല്ലാവരും പറഞ്ഞു, ഞാൻ കാണാൻ പോകുകയാണ്, ഞാൻ കാണാൻ പോകുകയാണ്, എനിക്കത് കഴിയും. ഹല്ലേലൂയ. ഓറ ഷഹിഡ ലെ റിമോകോട്ടസിയ മെ എസ്തൂറിയാൽറ്റസ് മെസീറാ ഹദിയ ലഹിയ റെ എനാഫ്രകറ്റോസ് മെസീൽ അബ്രീ നഗാദിരാ ചബാ ലൂസി മസി ക്രോലി ഖട്ടർ ലമസ്കെ ബൂറി ദലീഡരാ അരീല റമാലി ഷെഗേൻറ്റർ മാസ്റ്റർ ഡോദോലി കാലി കൊണ്ടാർ കിനാറ്റർ ബ്രീറ്റൽ കെനാഫ്രറ്റസ് ലേസി മസ്താരി മന്ദകാരി മട്ടോറി മെറൂല മസ്തേരെ ബൂരിയ ലേറിയ ധൂരാൻ ചസീറ റേലിയ ചസിയ ഓറ ഷഹിഡ ലഹിയ റേ ബിലാകോട്ടസിയ. കർത്താവേ, ഈ ദേശത്ത് നല്ല റോഡുകൾ വരട്ടെ, ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ, ഈ ദേശത്തിന്റെ മേലുള്ള എല്ലാ ശാപങ്ങളും പൊളിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കാണുന്നു. ഈ ദേശം ഡെവലപ്പ് ആകട്ടെ. ഓറ ഷഹിഡ ലേഗ്ര മറ്റാസിയ
ദൂതന്മാർ ഈ ദേശത്തിലൂടെ ഇറങ്ങി സഞ്ചരിച്ച് ഓരോ വ്യക്തികളെയും സ്പർശിക്കട്ടെ. മസ്തർ ബലിക്രോഷ് ലേറി മസിയ ലെബ്രേനിയ ടസിയ ലറിയ കോട്ടസിയ ഓറശസിയ മെർവേലി ക്രാന്തസിയ. ദൈവരാജ്യം ഈ ദേശത്തിലേക്ക് പടരുകയാ, ഈ ദേശത്തിലേക്ക് പടരുകയാ. ഇവിടെ കുടികൊള്ളുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങൾ ഒന്നൊന്നായി തകരുകയാ. ഓ റഷതിയ ലബ്രനാറ്റോസ് മാർസേ ലാറിനാസേ യേശുവാ 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 യേശുവാ. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകൾ അതു കേട്ടതില്ല, ഹൃദയത്തിൽ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, ഓ നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകൾ അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ. നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, ഓ നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, ഓ നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ. ഓ യേശുവേ, ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, ഓ നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും, നീ എനിക്കായി ചെയ്തതും. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല, ഹൃദയത്തിൽ തോന്നിയതില്ല. ഒരു കണ്ണും അതു കണ്ടിട്ടില്ല, കാതുകളും അതു കേട്ടതില്ല. അതുകൊണ്ട്
അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. അങ്ങേക്കാൾ വേറെ ഒന്നിനെയും സ്നേഹിക്കില്ല ഞാൻ യേശുവേ. നീ എനിക്കായി ചെയ്തതും നീ എനിക്കായി ചെയ്തതും ഓ നീ എനിക്കായി ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും ഹൃദയത്തിൽ തോന്നിയതില്ല. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഓ യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. നിൻ സ്നേഹത്തിന്റെ നീളവും ഉയരവും ആഴങ്ങളും നീളവും ആരായുവാൻ കൊതിയായിടുന്നേ. അതൊന്നറിഞ്ഞേ, നിൻ സ്നേഹത്തിന്റെ നീളവും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ നീളവും ഉയരവും ആഴങ്ങളും നീളവും ആരായുവാൻ കൊതിയാ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ മുട്ടോളം അല്ല അരയോളവും പോരാ, അങ്ങിൽ നിൻ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും നീളവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളം അല്ല അരയോളവും പോരാ, അങ്ങിൽ യേശുവേ മുട്ടോളം ഓ അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിന്റെ സ്നേഹത്തിന്റെ നീളവും വീതിയും ആരായുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിന്റെ ഒന്നാഗ്രഹിക്കാമോ? ഒന്നാഗ്രഹിച്ചേ നിൻ സ്നേഹത്തിന്റെ നീളവും ഉയരവും ആഴങ്ങളും വീതിയും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഹല്ലേലൂയ. ഇന്നൊരു വലിയ ഓപ്പണിംഗ് നിങ്ങളുടെ അകത്തുണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങളത് കാണാൻ പോകുകയാണ്. നിങ്ങളത് കാണും. നിങ്ങൾ നിങ്ങളുടെ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. നിങ്ങൾ നിങ്ങളുടെ വിടുതലുകളെ അറിയാൻ പോകുന്നു. പിതാവ് ഒരിക്കലും നിങ്ങൾ സെൻസ് ചെയ്യാൻ പോകുന്നു.
നിങ്ങളുടെ അകത്ത് അത് തുറന്നിരിക്കുന്നു. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾക്ക് ഭയം ഉണ്ടാകത്തില്ല, നിരാശയില്ല, ദുഃഖവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഭയങ്കര ഒരു ആത്മതലം സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ആത്മതലത്തിൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ ഓ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ അറിയുന്നത് എഴുതി വെക്കുക. അടുത്ത ആഴ്ച ഞങ്ങളോടത് അറിയിക്കുക. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ ആത്മാവിൽ രുചിച്ചത് അല്ലേ, ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമായ വചനം. എനിക്ക് തോന്നുന്നു 1 യോഹന്നാൻ 1:ന്റെ സംതിങ് ആണ്. ഞങ്ങൾ കണ്ടതും കേട്ടതും തൊട്ടതും അറിഞ്ഞതുമായ ജീവന്റെ വചനം. അപ്പൊ ജീവന്റെ വചനം വായിക്കാനുള്ളതല്ല, കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും തൊടാനും എല്ലാം ഉള്ളതാണ്. സ്റ്റീവിന് അത് വായിക്കാൻ പറ്റുമോ? മലയാളം വായിക്കാൻ അറിയാമോ? അറിയാം. വായിച്ചേ, മുന്നോട്ട് വന്ന് വായിച്ചേ. മുന്നോട്ട് വന്ന് 1 യോഹന്നാൻ 1:2. അല്ല 1:1 പോലും വായിക്കേ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ കൊണ്ട് തൊട്ടതും ആയ ജീവന്റെ വചനം. ഞങ്ങൾ കണ്ടതും നോക്കിയതും തൊട്ടതും. ഓ എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ മറന്നിരിക്കുന്ന വചനം, പക്ഷെ പാടിയപ്പം അറിയാത്ത വചനം കൂടെ ഓർമ്മ വരിക. ഹല്ലേലൂയ. കണ്ടതും കേട്ടതും നോക്കിയതും തൊട്ടതുമായ ജീവന്റെ വചനം. ഇന്നു മുതൽ നിങ്ങൾ വചനം വായിക്കുവല്ല, നിങ്ങൾ വചനം കാണും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങൾ ജീവന്റെ വചനമാ കാണുന്നത്, അക്ഷരത്തിന്റെ വചനമല്ല. നിങ്ങൾ കാണുന്നതും രുചിക്കുന്നതും തൊടുന്നതും കാണുന്നതും നോക്കുന്നതും നിങ്ങൾ എഴുതാൻ പോകുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നിങ്ങൾ അത് സ്വീകരിച്ചോ? നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതുമായ ജീവന്റെ വചനം നിങ്ങളെ ജീവിപ്പിക്കൂ, നിങ്ങളുടെ മരണത്തെ മാറ്റൂ. ജീവന്റെ വചനമാണിത്. ഇത് അക്ഷരത്തിന്റെ വചനമല്ല, ഇത് ജീവന്റെ വചനമാണ്. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. ഓ ഈ ആഴ്ച മുതൽ കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും സ്പർശിക്കാനുമുള്ള ജീവന്റെ വചനം അതിപ്പോൾ നിങ്ങളുടെ ആന്തരിക മനുഷ്യന്റെ അകത്തേക്ക് റിലീസ് ആകട്ടെ. സ്വീകരിക്കുക, സ്വീകരിക്കുക, സ്വീകരിക്കുക. ഓ ഷഹീദ ഷഹീദ ലഹിയ ബെ നാഫ്രകത്തോസ് മെ സൂറിയൽ ബതസ ലുതാരി കെതാരി കമൽത്തോസ് മസേബ് മാർദസ് മലീക. Yes, power, unlock. Oh Shahida, Shahida, it is opening. അത് തുറക്കുന്നു, അത് തുറക്കുന്നു. ഹോ 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 ലാഹി മാറാകാത്തോസ് മാർദോനിയാസ് ബ്രെലിയാൻഡോസ് ലഹിയ. ഇന്നു മുതൽ വചനം ജീവനാകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ടെൻഷൻ ഇല്ല, നിരാശയില്ല, ഭാരമില്ല, ദുഃഖമില്ല, വേദനയില്ല.
I seal it in the name of in the name of Jesus the Christ. Lehia, Mardunias, Masurak, Balter, Boter, Trafel, Geller, Masug, Malder, Manter, Probal, Mosi, Rihi, Regel, Trafag, Mad, Rus, Regal, അമ്മയുടെ ചുറ്റും ഒരു പോർട്ടൽ ഞാൻ കാണുന്നു. റൂമ സിഹിലിയ, ലഹിയ, ഷിഹില, റെമികാറ്റോസിയ. ആ പോർട്ടലിൽ കൂടെ ചില ദൂതന്മാർ ഇറങ്ങി വരുന്നുണ്ട്. ഊറ, സെഹിഡ, മെർഗീലിയ, കാത്തോ, കുട്ടാരി, കൊട്ടോമ, സെല്ലേറെ, കറ്റാരി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇത്രയും വലിപ്പത്തിലുള്ള ഒരു ദൈവത്തിന്റെ വചനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതിവിടെ തുറന്നു വെച്ചിരിക്കുകയാണ് ഈ നടുക്കായിട്ട്. ഇനി അതിൽ നിന്നുള്ള ജീവനാണ്. ഇത്രയും നാൾ വായിച്ചതുപോലെയല്ല, ആ വചനം നിങ്ങളെ ജീവിപ്പിക്കും. ആ വചനം ഇനി ഇവിടെ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. അത്രയ്ക്ക് വലിയൊരു ബൈബിൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഹല്ലേലൂയ. വലിയൊരു ബൈബിൾ. ഇന്നുവരെ ആ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ബൈബിള് കണ്ടിട്ടില്ല. അതിങ്ങനെ തുറന്നു വെച്ചിരിക്കുക. അതിൽ നിന്ന് വചനം ഇവരെല്ലാവരും വായിക്കണമെന്നോ അങ്ങനെ എന്തോ ആ വചനത്തിൽ നിന്നുള്ള ആ ശക്തി, ആ ജീവന്റെ വചനം നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ജീവന്റെ വചനം നിങ്ങളെ ജീവിപ്പിക്കാൻ പോകുന്നു. അതിന്റെ തെളിവാണ് നിങ്ങളുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതം അത്ഭുതമാകും. അതിന്റെ തടസ്സമായി ഇനി ഒരു ഇരുട്ടിന്റെ ശക്തിയും നിൽക്കാൻ പെർമിഷൻ ഇല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus, thank you Jesus, hallelujah. Ora shahida, ora shahida, lebrakatasiya. നിയോഗമുള്ള ഒരാൾക്ക് ഒന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമോ? ആർക്കാണ് നിയോഗമുള്ളത്? ഒരാൾക്കൊന്ന് പ്രാർത്ഥിച്ച് മീറ്റിംഗ് ഒന്ന് ക്ലോസ് ചെയ്യാം. നിയോഗം ആർക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഗ്ലോറി ടു ഗോഡ് കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം. കൂടി വന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമഹത്വം അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങൾ ഹല്ലേലൂയ ഞങ്ങൾക്ക് ഭക്ഷിക്കുവാനും ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം റെഗൽസ് ചെയ്തതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ജീവന്റെ വചനം ഞങ്ങളെ ജീവിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അത്ഭുതകരമായ കാഴ്ചകൾ ഞങ്ങൾക്ക് കാണുവാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. വലിയ ഒരു ബൈബിൾ, ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൈവവചനത്തിന്റെ ഒരു ബൈബിൾ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നതും അതിൽ നിന്ന് കർത്താവേ ഞങ്ങൾ ഓരോരുത്തരും അതിൽ നിന്ന് ഭക്ഷിക്കുകയും അതിൽ നിന്ന് ജീവൻ പ്രാപിക്കുകയും ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു കാഴ്ച കാണുവാൻ കൊണ്ട് ഇടയായല്ലോ കർത്താവേ. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമഹത്വം ഇന്ന് അനുഭവിക്കുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഈ ദേശം അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വെളിപ്പെട്ട ഗ്ലോറി, ഇവിടെ വെളിപ്പെട്ട ദൈവമഹത്വം ഹല്ലേലൂയ അടുത്തുള്ള വീടുകളിലേക്ക്, അടുത്തുള്ള മനുഷ്യരിലേക്ക്, അടുത്തുള്ള ദേശത്തിലേക്ക് വ്യാപരിക്കട്ടെ. അങ്ങനെ ഈ ദേശത്തുള്ള ഈ പട്ടണത്തിലുള്ള ഇരുട്ട് മാറി വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകായിരങ്ങള് ആ വെളിച്ചം സ്വീകരിച്ച് മഹത്വത്തിൽ ജീവിക്കേണ്ട ഇടപെട്ടെ പ്രാർത്ഥിക്കുന്ന ദേവദാസന് പരിശുദ്ധാത്മാവിനെ ശുശ്രൂഷിക്കാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി ജീവന്റെ വചനം ഹല്ലേലൂയ ശക്തിയോടെ ശുശ്രൂഷിക്കാൻ പരിശുദ്ധാത്മാവ് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം കർത്താവ്. ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ആ ദേശത്തെ അനേകരുടെ വിടുതലിന് വേണ്ടി, പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി ഒക്കെയും ഹല്ലേലൂയ പ്രാർത്ഥിക്കുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ആ വചനം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്തിന്റെ ശക്തി ഹല്ലേലൂയ ദേശത്തിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന
കൃപയ്ക്കായി സ്തോത്രം. അങ്ങനെ ദേശത്തെ ഇരുട്ട് മാറിപ്പോകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. പ്രത്യേകതയോടെ കടന്നു വന്ന ഓരോ ദൈവജനവും അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ പ്രാപിച്ചതിനായി സ്തോത്രം, സൗഖ്യം പ്രാപിച്ചതിനായി സ്തോത്രം. അവരുടെ ശരീരത്തില് ആ ജീവന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിച്ച് സൗഖ്യം വ്യാപരിച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അവരിനി വേദനയിലല്ല, സൗഖ്യത്തിലാണ്. അവർ നിരാശയിലല്ല, അവർ സന്തോഷത്തിലും സമാധാനത്തിലുമാണ്. ആ ക്രിസ്തുവിലുള്ള ഡിവൈൻ ഹീലിംഗ്, ആ ക്രിസ്തുവിലുള്ള ഡിവൈൻ സമാധാനം ഈ ജീവിതത്തിലേക്കൊക്കെ വ്യാപരിച്ചിരിക്കുക കൃപയ്ക്കായി സ്തോത്രം. ഈ ഭവനത്തിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നതിനാൽ ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ട് വിടുതൽ പ്രാപിക്കേണ്ടത് എത്രയും പെട്ടെന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ആ പൗലോസിന്റെ കണ്ട ആ ചീമ്പല്, ചെതമ്പൽ ഇളകി മാറിപ്പോയതിനെ പോലെ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ, ആ ശക്തി വന്നപ്പോൾ കാഴ്ച ലഭിച്ചതുപോലെ ആത്മ കണ്ണു തുറന്ന് അല്ലെങ്കിൽ ക്രിസ്തു വിശ്വസിക്കാൻ തക്ക ഇടവന്നതുപോലെ കർത്താവേ ഇവിടെയുള്ള എല്ലാവരും ദേശത്തുള്ളവരൊക്കെയും അങ്ങനെ ക്രിസ്തുവിനെ അറിയാൻ തക്കണം ഇടപെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. സത്യം ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളത്തെ ഹല്ലേലൂയ സഭാത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. സത്യം ദൈവമാതാവിടെയും വെളിപ്പെട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിച്ച് കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ. സ്തോത്രം.